ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സ് എഴുതിയ നോവൽ പ്രതിയാനം, അധ്യായം 5. മുറിയിൽ ഇരുട്ട് കൂടിക്കൂടി വന്നു. ലൈറ്റിടാൻ അനന്തയ്ക്ക് ഭയം തോന്നി. ഇരുട്ടിനോടല്ല ഭയം. മുറിയിൽ വെളിച്ചം വീഴുമ്പോൾ താനൊരു സ്ത്രീരൂപം കണ്ട് നടുങ്ങിപ്പോയെന്ന് വരാം. ഓർക്കാപ്പുറത്ത് അർദ്ധരാത്രി ലൈറ്റിടുമ്പോൾ ഒരു പ്രേതരൂപം മുറിയിൽ കാണാനിടയായെങ്കിലോ എന്ന പോലെ ഒരു പേടി. ഇരുട്ടിനെ വാരിപ്പുതച്ച് മറിഞ്ഞിരിക്കുന്ന ആ സ്ത്രീരൂപം മറ്റാരുമല്ല, താൻ തന്നെ. കുട്ടിക്കാലത്ത് മണ്ണെണ്ണ വിളക്കണഞ്ഞ വീടിനുള്ളിലെ ഇരുട്ടിൽ വായിച്ച പ്രേതകഥകളും കണ്ട പ്രേത സിനിമകളും ഓർത്ത് അതിലെ യക്ഷികൾ, രക്തരക്ഷസുകൾ, പിശാചുക്കൾ, ഗതികിട്ട പ്രേതങ്ങൾ, കുട്ടിച്ചാത്തന്മാർ, ഈനാമ്പേച്ചികൾ ഇവയൊക്കെയും ഏതു നിമിഷവും ഇരുട്ടത്ത് തീവെട്ടത്തിൽ പ്രകാശിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടേക്കാം. തൻ്റെ രക്തം ഊറ്റിക്കുടിക്കുകയും മാംസം ഭക്ഷിച്ചു തീർക്കുകയും എല്ലും മുടിയും ഉപേക്ഷിച്ചു പോവുകയും ചെയ്തേക്കാം എന്ന് ഭയന്ന് തലവഴി പുതപ്പിട്ട് മൂടി ചുരുണ്ട് കണ്ണുകൾ ഇറുകിയടച്ച് ഏത് ചെറിയ ശബ്ദത്തിലും നടുങ്ങി വിറച്ച് കിടന്നിരുന്ന അതേ ബാലികയാണ് താനെന്ന് അനന്തയ്ക്ക് തോന്നി. പക്ഷേ ലൈറ്റിട്ടാൽ താൻ തന്നെ തൻ്റെ രൂപം കണ്ട് ഞെട്ടിപ്പോകും. മലഞ്ചെരുവിലെ തെളിനീരരുവി പോലെ നിർമ്മലയായിരുന്ന ആ ബാലികയ്ക്ക് പിന്നീട് എന്തെല്ലാം പ്രേതഭൂതബാധകളാണ് കയറിക്കൂടിയത്. അവയെല്ലാം കൂടി ആ ബാലികയെ വലിച്ചിഴച്ചുകൊണ്ട് ഏതെല്ലാം ദിശകളിലും ദേശങ്ങളിലും സഞ്ചരിച്ചു. അവൾക്ക് ഇതൊന്നും വേണ്ടായിരുന്നു. വിശപ്പിൻ്റെ തീ കെടാനുള്ള ഭക്ഷണം കിട്ടണം, കൊച്ചു കൂട്ടുകാരികളോടൊപ്പം കൊത്തങ്കല്ല് കളിക്കണം, ആണ്ടിലൊരിക്കൽ ഒരു പുത്തൻ ഉടുപ്പ് കിട്ടണം, മേച്ചു നടക്കാൻ ഒരു പശുക്കുട്ടിയും, കിണ്ണാണം പറയാനും ശാസിക്കാനും 2 ആട്ടിൻകുഞ്ഞുങ്ങളും, മലഞ്ചെരുവിലെ മഴയും നോക്കി വെറുതെ ഇരിക്കുമ്പോൾ കാൽച്ചോട്ടിൽ വന്ന് മുട്ടിയുരുമാൻ ഒരു പൂച്ചക്കുട്ടിയും. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ലോകം. അത്ര മതിയായിരുന്നു അവൾക്ക്. അവളിലേക്കാണ് ഡൽഹിയിൽ പോയി നഴ്സിങ്ങിന് പഠിക്കാൻ നിർബന്ധിതയായ ദേശാടനക്കാരി വന്നുകൂടിയത്. അവളിലേക്കാണ് ഒരു കാമുകി പടർന്നു കയറിയത്. അവളിലേക്കാണ് ഹരിലാൽ എന്ന പുരുഷന്റെ ഭാര്യ കയറിക്കൂടിയത്. അവളിലേക്കാണ് മാതൃത്വമെന്ന പ്രകൃതി നിയമം ആവേശിച്ചത്. പിന്നെയും എന്തെല്ലാം വേഷപ്പകർച്ചകൾ, എന്തെല്ലാം ബാധകൾ അവളിലേക്ക് ഇരച്ചു കയറി. ഈ ഉടൽ 5.25 അടി ഉയരവും 60 കിലോഗ്രാം ഭാരവുമുള്ള ഈ ഉടൽ വാസ്തവത്തിൽ ആരുടേതാണ്? തൻ്റേതല്ല. തനിക്കിത് വേണ്ട. വസ്ത്രം പോലെ ഈ ഉടൽ ഉരിഞ്ഞുകളയാൻ സാധിച്ചിരുന്നെങ്കിൽ താനിത് കളഞ്ഞ് ആ പഴയ ബാലികയായി മാറിയനെ. തൻ്റെ ദുഃഖസന്തോഷങ്ങളിലും ഉയർച്ച താഴ്ചകളിലും തനിക്കൊരു പങ്കുമില്ലെന്നാണോ? അങ്ങനെ നിഷേധിക്കാനും വയ്യ. ഇടുക്കിയിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് കുടുംബം പച്ചപിടിക്കാൻ വേണ്ടി നഴ്സിംഗ് പഠനത്തിന് അയക്കപ്പെട്ടപ്പോൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. അവൾ പഠിച്ച് പാസ്സായി എവിടെയെങ്കിലും നഴ്സിംഗ് ജോലിക്ക് കയറുകയും കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഭൂരിഭാഗവും വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തേനെ. ആ പൈസ കൊണ്ട് ചാച്ചൻ വീട് നന്നാക്കുകയും അമ്മച്ചിയെ നിരന്തരം അലട്ടിയിരുന്ന ആസ്മരോഗത്തിൽ നിന്ന് ചികിത്സിച്ച് രക്ഷപ്പെടുത്തുകയും അനുജനെയും അനുജിത്തെയും പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുകയും ചെയ്യുമായിരുന്നേനെ. പക്ഷേ തന്നിലേക്ക് ഇരമ്പിക്കയറി വന്ന പ്രേമമെന്ന ബാധ അവരുടെ ഭാഗധേയങ്ങൾ കൂടി മാറ്റിയെഴുതി. വീട് മൺഭിത്തികൾ പൊട്ടിയടർന്നും ചോർന്നൊലിച്ചും അങ്ങനെ തന്നെ അവശേഷിച്ചു. അനുജത്തി ഏതോ കൽപ്പണിക്കാരൻ്റെ കൂടെ ഒളിച്ചോടി. ഒടുവിൽ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചു. അനുജൻ കള്ളുകുടിച്ചും ചൂതുകളിച്ചും കഞ്ചാവ് വലിച്ചും വിറ്റും സ്വന്തം ജീവിതം നാമാവശേഷമാക്കി. വീട് വിട്ട് ഒരു നാൾ ഇറങ്ങിപ്പോയ ചാച്ചനെക്കുറിച്ച് പിന്നീടാരും ഒന്നും കേട്ടിട്ടില്ല. തകർന്നുപോയ ഓരോ ജീവിതവും ഭാരമേറിയ ഓരോ ശാപശിലയാണ്. താനാണത് ചുമക്കേണ്ടത് ജീവിതാന്ത്യം വരെ. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടായിരുന്നോ എന്ന് ഇരുട്ട് പൊതിഞ്ഞ വഴിത്താരകളിലേക്ക് താൻ എത്ര ദൂരം നടന്നെന്നോ അത്രയും പിൻചെന്ന് നോക്കി. ഹരിലാലുമായി പ്രേമത്തിലകപ്പെട്ടിരുന്നില്ലെങ്കിൽ രക്ഷപ്പെടാമായിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാമെന്നേയുള്ളൂ. ശരീരത്തിൽ താരുണ്യവും മനസ്സിൽ മോഹവും പൊട്ടിത്തെറിച്ച് വിടർന്നുല്ലസിക്കുന്നു. പുരുഷനോടുള്ള ആഗ്രഹം കൊണ്ടാണ് പ്രേമത്തിൽപ്പെട്ടു പോകുന്നത്. ഹരിലാലിനെ പ്രേമിച്ചിരുന്നില്ലെങ്കിലോ തീർച്ചയായും മറ്റൊരാൾ ആ സ്ഥാനത്ത് വന്ന് ഹാജർ വയ്ക്കുമായിരുന്നു. പ്രലോഭനങ്ങളും പ്രീണനങ്ങളും അനവധിയായിരുന്നു. ഹരിലാലായിരുന്നു കൂടുതൽ അഭികാമ്യൻ എന്ന് തോന്നുന്നു. അന്തസ്സുള്ള ജോലി, കാണാൻ സുമുഖൻ, നല്ല കുടുംബം, മതം മാത്രമായിരുന്നു ഒരു തടസ്സം. വേറെ മതത്തിലേക്ക് പോയി കല്യാണം കഴിച്ചാൽ ആ ആളിൻ്റെ വിശ്വാസത്തിനൊത്ത് ജീവിക്കേണ്ടി വരും. കുമ്പസാരവും കുർബാനയും ഉപേക്ഷിക്കേണ്ടി വരും. നിത്യജീവിതത്തിൻ്റെ വാഗ്ദാനമായ സ്വർഗത്തിൻ്റെ വാതിൽ തൻ്റെ മുന്നിൽ ഒരിക്കലും തുറക്കപ്പെടുകയില്ല. നിത്യനരകത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുകയും ചെയ്തേക്കാം.
കുമ്പസാരവും കുർബാനയും കുടുംബ പ്രശ്നവുമില്ലാത്ത ആരെങ്കിലും സ്വർഗത്തിൽ ചെന്ന് ചേരുമോ? അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പാപബോധം, ഏറ്റവും വലിയ പേടിയും. ആ സ്വാധീനത്തിൽ നിന്ന് തന്നെ മോചിപ്പിച്ചെടുക്കാൻ ഹരിലാൽ അന്ന് കുറേയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മോളെ, ക്രിസ്ത്യാനിക്ക് മാത്രമായിട്ട് ഒരു സ്വർഗമില്ല. സ്വർഗമുണ്ടെങ്കിൽ അത് ഹിന്ദുവിനും മുസ്ലിമിനും പാഴ്സിക്കും സകലർക്കും അവകാശപ്പെട്ടതാ. സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഏതൊരാൾക്കും അവകാശപ്പെട്ടതാ. പക്ഷേ മാമോദീസ മുങ്ങാതെ, ജന്മപാപം കഴുകിക്കളയാതെ, കുമ്പസാരിക്കാതെ, കുർബാന കൈക്കൊള്ളാതെ എങ്ങനെയാ? എടി കൊച്ചേ, അതൊക്കെ നീ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം തോന്നുന്നതാ. എൻ്റെ അച്ഛനമ്മമാർ ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ ഞാനും ഇതൊക്കെ വിശ്വസിച്ചേനെ. പക്ഷേ സത്യദൈവത്തിൽ വിശ്വസിച്ചാലേ നിത്യജീവൻ കിട്ടത്തുള്ളൂ. അതെനിക്കുറപ്പാ. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. അന്ന് താൻ എന്തുമാത്രം നിഷ്കളങ്കയായിരുന്നുവെന്ന് അനിത ഓർത്തു. പക്ഷേ ഹരിലാലിനേക്കാൾ വലുതല്ലായിരുന്നു തനിക്ക് ഏതൊരു സ്വർഗവും. ഹരിലാലുമായുള്ള സ്നേഹാതിഥ്യം അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചു തുടങ്ങിയ കാലത്താണ് തൻ്റെ പ്രേമവൃത്താന്തം വീട്ടിലറിയുന്നതും വിലക്കുകളുണ്ടായതും. നേഴ്സിംഗ് പഠനം 1 വർഷത്തേക്ക് കൂടി ബാക്കിയുണ്ടായിരുന്നു. അമ്മയുടെ അനുജത്തി ആൻസിച്ചിറ്റ രാത്രികളിൽ മണിക്കൂറുകളോളം പിടിച്ചിരുത്തി ഉപദേശിക്കുമായിരുന്നു. മോളെ, നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നതും നേഴ്സിങ്ങിന് ചേർത്തതും നിന്റെ അമ്മയെ ഓർത്തിട്ടാ. റോസക്കുട്ടി ചേച്ചിയുടെ ജീവിതം എന്തുമാത്രം കഷ്ടപ്പാട് നിറഞ്ഞതാണെന്ന് നീ കണ്ടുകൊണ്ടിരുന്നവളല്ലേ. ചേച്ചിക്ക് ഇന്നേ വരെ ഒരു സുഖമോ സന്തോഷമോ സമാധാനമോ കിട്ടിയിട്ടുണ്ടോ? നീ പഠിച്ച് ജയിച്ച് ജോലി കിട്ടി 4 കാശ് വീട്ടിലേക്ക് അയച്ചു കൊടുത്താൽ അവിടുന്ന് ദുരിതം മാറും. നിന്റെ വീട്ടിലെ ദുരിതമെന്ന് വെച്ചാൽ ചേച്ചിയുടെ മാത്രം ദുരിതമാ. ആ കുടുംബത്തിൻ്റെ ആകെ ഒരു പ്രതീക്ഷ നീ മാത്രമാ. നിനക്കിളയവർ 2 പേര് കണ്ണു തെളിഞ്ഞു വരണ്ടേ? നിനക്കാ അവരുടെ ഉത്തരവാദിത്തം. അതെല്ലാം എനിക്കറിയാം ചിറ്റമ്മേ. നിനക്കറിയാം. പക്ഷേ നീ അതെല്ലാം മറക്കുന്നു. ഇവിടെ ഡൽഹിയിൽ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുണ്ടോയെന്ന് നോക്കി ഓരോ നേഴ്സിംഗ് സ്കൂളിൻ്റെയും ഹോസ്റ്റലിൻ്റെയും മുമ്പിൽ കൂടി ആണുങ്ങൾ വായി നോക്കി നടപ്പുണ്ട്. അവർക്ക് ചുമ്മാ ഇളിച്ചു കാണിച്ചാൽ മതി. ഒന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടുന്നത് നമുക്കാ. സൽപ്പേര്, കുടുംബം, ഭാവി, അങ്ങനെ പലതും. വീടിനെയും വീട്ടുകാരെയും മറന്നുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല ചിറ്റമ്മേ. നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കില്ല. പ്രേമിക്കുന്ന പെൺകുട്ടികൾ മുഖത്തു നോക്കി കള്ളം പറയാൻ മടിയില്ലാത്തവരാ. ഒരു ബന്ധവുമില്ല. എല്ലാം ഉപേക്ഷിച്ചു. ഇനിയുള്ള കാലം അപ്പനും അമ്മയും പറയുന്ന പോലെ ജീവിച്ചോളാം എന്ന് സന്ധ്യയ്ക്ക് കാലുപിടിച്ച് പറഞ്ഞിട്ട് രാത്രിയിൽ മറ്റവൻ വന്നു വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോയ കുറേ പേരെ എനിക്കറിയാം. ഞാനങ്ങനെ പോവില്ല ചിറ്റമ്മേ. പോകരുത്. കുടുംബത്തോടും ജനിപ്പിച്ച അപ്പനമ്മമാരോടും അല്പമെങ്കിലും നന്ദിയും കൂറുമുണ്ടെങ്കിൽ പോകരുത്. ജോർജേട്ടൻ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞതുകൊണ്ടാ എനിക്ക് നിന്നോടിങ്ങനെ പറയേണ്ടി വന്നത്. എന്താ അയാളുടെ പേര്? ഹരിലാൽ അല്ലേടി? തനിക്ക് ഉത്തരമില്ല. ബാങ്ക് ഉദ്യോഗസ്ഥൻ, കോട്ടയത്തിനടുത്ത് കിടങ്ങൂരുള്ള നായർ തറവാട്ടിലെ ചെറുക്കൻ. നീ ഏതാ ജാതിയും മതവും ഓർമ്മയുണ്ടോ? ഇനി അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. നിന്നെ എന്തിനും പഠിക്കാനയച്ചത്? യോഗ്യനായ ഒരുത്തനെ കണ്ടുപിടിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കാനാണോ? അതോ കുടുംബം രക്ഷിക്കാനോ? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയുന്നേ. ഒക്കെ മറന്നേക്ക്. ഇല്ലെങ്കിൽ നിന്റെ പഠിത്തം ഇവിടം കൊണ്ട് നിർത്തിച്ച് നിന്നെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. 4-5 മാസം നല്ല കുട്ടിച്ചമഞ്ഞ് ഹരിലാലുമായുള്ള കൂടിക്കാഴ്ചകൾ ചുരുക്കി കഴിഞ്ഞുകൂടി. ഫോൺ സംഭാഷണങ്ങൾ മാത്രമായിരുന്നു ആശയവിനിമയത്തിനുള്ള മാർഗം. അതും ഏതെങ്കിലും ടെലിഫോൺ ബൂത്തിൽ കയറി കോയിനിട്ട് വിളിക്കണം. കാണാതെയും മിണ്ടാതെയും കഴിഞ്ഞുകൂടുന്നതിൻ്റെ വീർപ്പുമുട്ടൽ പെരുകി വന്നു. അടുത്ത കൂടിക്കാഴ്ചയിൽ എല്ലാ നിയന്ത്രണങ്ങളും തെറ്റി. അമർത്തിവെച്ച വികാരങ്ങളുടെ അണുസ്ഫോടനമായിരുന്നു ആ സംഗമത്തിൻ്റെ അന്തിമഫലം. വീണ്ടും ഹരിലാലുമായി നടത്തിയ കൂടിക്കാഴ്ചകളെക്കുറിച്ച് ആൻസിച്ചിറ്റമ്മയ്ക്ക് വിവരം കിട്ടിയതോടെ എല്ലാ മാർഗങ്ങളും അടഞ്ഞു. നീ അയാളുടെ താമസ സ്ഥലത്ത് പോയിരുന്നോ? ഉഗ്രകോപത്തിലായിരുന്നു ചിറ്റമ്മയുടെ ചോദ്യം ചെയ്യൽ. അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണെന്ന് മനസ്സിലായി. മുഖം കുനിച്ചു നിന്ന തൻ്റെ താടിത്തുമ്പ് തട്ടി ഉയർത്തിക്കൊണ്ടായിരുന്നു ചോദ്യം. ചോദിച്ചതിന് ഉത്തരം പറയടി. പോയി. ഒരു മിന്നായം പോലെ കണ്ണിന് മുൻപിൽ എന്തോ പാറിപ്പോയത് മാത്രമേ കണ്ടുള്ളൂ. മുഖത്തായിരുന്നു അടി. നിന്റെ പെട്ടിയും കിടക്കയും ഒക്കെ പാക്ക് ചെയ്തു വെച്ചോ. രാത്രി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ജോർജേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഇവിടുത്തെ പഠിപ്പ് ഇതോടെ തീർന്നു. പിന്നെ ഓരോ ദിവസവും കരച്ചിലിൻ്റെയും മാപ്പ് പറച്ചിലിൻ്റേതുമായിരുന്നു. ആൻസി ചിറ്റമ്മയ്ക്ക് കുലുക്കമൊന്നുമില്ല. കാറ്റത്തെ അനങ്ങാപ്പാറ പോലെ ഒരേ മുറുക്കത്തിലായിരുന്നു. ഒരവസരം കൂടി കൊടുക്കാമെന്ന് ജോർജേട്ടനും കൂടി പിന്തുണച്ചപ്പോഴാണ് ആൻസി ചിറ്റയുടെ മനസ്സിൻ്റെ കടുപ്പം മയപ്പെട്ടത്. പക്ഷേ ആ മാസത്തിനൊടുവിൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. സംശയം തോന്നി ലാബിൽ പരിശോധിച്ചപ്പോൾ റിസൾട്ട് പോസിറ്റീവ്.
തലയ്ക്ക് അടി കിട്ടിയ പോലെ ഞെട്ടിത്തെറിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അത്. എത്രയും വേഗം ഹരിലാലിനെ വിവരം അറിയിക്കുക, അതേ ഉണ്ടായിരുന്നുള്ളൂ രക്ഷാമാർഗം. പെട്ടെന്നൊരു കൂടിക്കാഴ്ച, പൊട്ടിക്കരച്ചിലും ആലിംഗനത്താൽ ആശ്വസിപ്പിക്കലും, കാമുകനിൽ നിന്ന് ഗർഭം ധരിക്കുന്ന ഏതൊരു പെൺകുട്ടിയെയും സാന്ത്വന സ്വർഗത്തിലെത്തിക്കുന്ന വാഗ്ദാനവും. മാര്യേജ് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ഉടനെ ചെയ്യാം. ദിവസം നീ തന്നെ നിശ്ചയിച്ചാൽ മതി. പിന്നീട് വന്ന രാത്രികൾ ഉറക്കമില്ലാത്തതായിരുന്നു. ഒരു വശത്ത് ഹരിലാലുമായി ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നതിൻ്റെ ഹർഷോന്മാദവും സങ്കല്പ മനോഹാരിതകളും, മറുവശത്ത് അച്ഛനമ്മമാരോടും വിശ്വസിച്ച് സംരക്ഷിച്ചവരോടും കുടുംബത്തോടും ചെയ്യുന്ന അപരാധമോർത്ത് കുറ്റബോധം. എനിക്ക് വേറൊരു നിവൃത്തിയുമില്ല. ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ആരോടെല്ലാം കേണുമാപ്പപേക്ഷിച്ചു. ആരുടെയെല്ലാം പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകി. ചാച്ചൻ്റെ, അമ്മച്ചിയുടെ, സഹോദരങ്ങളുടെ. ഒരു കത്തെഴുതി മേശപ്പുറത്ത് വെച്ചിട്ടാണ് ആൻസി ചിറ്റമ്മയുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയത്. എന്നെ അന്വേഷിക്കേണ്ട. ഞാനും ഹരിലാലും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ഒന്നിച്ച് താമസിക്കാൻ കൂടുതൽ സൗകര്യങ്ങളുള്ള ഫ്ലാറ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഹരിലാലിൻ്റെ ഒറ്റമുറി അടുക്കള അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറി. ഹരിലാലിൻ്റെ സുഹൃത്തുക്കൾ പൂർണ്ണ പിന്തുണയുമായി തങ്ങളുടെ ഒപ്പം ഉറച്ചു നിന്നു. കേസോ പോലീസ് അന്വേഷണമോ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. സുരക്ഷിതമായ ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് താമസം മാറ്റിയതുപോലൊരു സമാധാനമായിരുന്നു ആദ്യം അനുഭവപ്പെട്ടത്. അലമാലകൾക്ക് നടുവിലൂടെ മുങ്ങിത്താഴുമോ തകർന്നടിയുമോ ദിക്ക് തെറ്റിപ്പോകുമോ എന്നെല്ലാം ഭയന്ന് തുഴഞ്ഞു വന്ന തോണി ശരിയായ കരയ്ക്കടുത്തിരിക്കുന്നു. ഇനി ഇവിടെയൊരു സുഖവാസ മന്ദിരം പണിതു തുടങ്ങാം. സ്നേഹധനായ ഭർത്താവ് തൻ്റെ ഉദരത്തിൽ പിറവിയെടുത്തുകൊണ്ട് ഒരു നാൾ തന്നെ ഞെട്ടിപ്പിക്കുകയും ദിവസങ്ങളോളം ആശങ്കയിലാഴ്ത്തുകയും ചെയ്ത കുരുന്നു ജീവൻ ഇപ്പോൾ അശാന്തിയുടെ ഇരുട്ടിനെ പകഞ്ഞു മാറ്റി ആനന്ദത്തിൻ്റെ നറുനിലാവ് ചൊരിയുന്നു. തൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിൻ്റെ ആവിർഭാവം സ്ത്രീയെ ഒരു നിമിഷം ശാപഗ്രസ്തിയാക്കുകയും അടുത്ത നിമിഷം അനുഗ്രഹീതയാക്കി മാറ്റുകയും ചെയ്യുന്ന മാന്ത്രികത ഭൂമിയിലെ ജീവജാലങ്ങളിൽ ഏറ്റവും ഹീനനായ മനുഷ്യൻ്റെ സങ്കുചിത വ്യവസ്ഥകളിൽ മാത്രമേ ഉണ്ടാവൂ. മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, ഹരിലാലിൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കിട്ടുന്ന ബഹുമാനം. ആലംബമില്ലാതിരുന്ന പെൺകുടി ഉത്തമ വനിതയായി കുടുംബിനിയായി മാറിയിരിക്കുന്നു. നേഴ്സിംഗ് കോഴ്സ് താൻ പൂർത്തിയാക്കണമെന്ന് ഹരിലാലിനായിരുന്നു നിർബന്ധം. അവസാന വർഷത്തെ പരീക്ഷ എഴുതുമ്പോൾ താൻ 7 മാസം ഗർഭിണിയായിരുന്നെന്ന് അനിത ഓർത്തു. ജനിക്കുന്നത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഇടേണ്ട പേരുകളെല്ലാം രണ്ടാളും കൂടി കാലേക്കൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പെൺകുഞ്ഞാണെങ്കിൽ ഹരിത ഹരിലാൽ, ആൺകുഞ്ഞാണെങ്കിൽ അനിത് ലാൽ. പ്രസവ സമയത്ത് വീട്ടുകാരോ ബന്ധുക്കളോ സഹായത്തിനുണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു. ഹരിലാലുമായുള്ള രജിസ്റ്റർ വിവാഹത്തോടെ തൻ്റെ വീട്ടുകാരുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ്. ആരും അന്വേഷിക്കുക പോലും ഉണ്ടായില്ല. ഹരിലാലിൻ്റെ തറവാടിൻ്റെ ഗേറ്റ് വരെ ഒരു തവണ പോയി. കാറിൽ നിന്നിറങ്ങാൻ പോലും അനുവാദമുണ്ടായില്ല. അതോടെ ജനിച്ചു വളർന്ന കുടുംബം 2 പേർക്കും അന്യമായി. പക്ഷേ ഹരിതയെ പ്രസവിച്ചു കിടക്കുമ്പോൾ അപ്രതീക്ഷിതമായ സഹായങ്ങൾ ലഭിച്ചിരുന്നു. ഹരിലാലിൻ്റെ മലയാളി സുഹൃത്തുക്കളുടെ വീട്ടമ്മമാർ ഊഴമിട്ട് വന്ന് തുണനിന്നു. ഹരിതയെ പ്രസവിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ UP-യിലേക്ക് സ്ഥലം മാറ്റം. കാൺപൂരിലെ ജീവിതം തിരക്ക് പിടിച്ചതായിരുന്നു. അവിടെ വെച്ചായിരുന്നു ജോൺ സാമുവലിനെ പരിചയപ്പെട്ടതും ജീവിതത്തിൻ്റെ അടുക്കുകൾ അടർന്നു തുടങ്ങിയതുമെന്ന് അനിത ഓർത്തു. അധ്യായം 6. വിമലകുമാരി അമ്മയെ രാവിലെ വിളിച്ചുണർത്തിയത് ഉദയലാലിൻ്റെ ഫോൺ കോളായിരുന്നു. ഫോണെടുത്ത് ഹലോ പറഞ്ഞ ഉടനെ മറുവശത്ത് നിന്ന് ചോദ്യം വന്നു, അമ്മ ഇങ്ങോട്ട് വരുന്നില്ലേ? ഇതാണോ രാവിലെ വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യം? നീ വിളിച്ച കാര്യം പറ ഉദയ. അതോ, അച്ഛനിവിടെ കിടന്ന് ബഹളം തുടങ്ങി. ആഹാരത്തിന് രുചിയില്ല, കറിക്ക് ഉപ്പില്ല, സാമ്പാറിന് എരിവില്ല, രസത്തിന് പുളിയില്ല, എല്ലാം കുറ്റങ്ങളാ. ഇനി അമ്മ വന്നാലേ ശരിയാവൂ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ സമാധാനം പോകും. അമ്മ വരുന്നുണ്ടോ ഇല്ലയോ? എങ്കിൽ വരുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്യ. ഞാനിവിടെ വന്ന് 4 ദിവസം കഴിയുമ്പോഴേക്കും തുടങ്ങും വിളി. അമ്മേ, അച്ഛൻ അറ്റ കൈക്ക് ചിലപ്പോൾ അങ്ങോട്ട് വരും. ഇന്ന് തന്നെ അവിടുന്ന് തിരിച്ചോ. ഞാൻ വേണമെങ്കിൽ കാറുമായിട്ട് വരാം. ഞാൻ ഹരിയോടൊന്ന് ചോദിക്കട്ടെ. ഇവിടുത്തെ അവസ്ഥ തീരെ മോശമാ ഉദയ. അവിടുത്തെ അവസ്ഥ എപ്പോഴാ മോശമല്ലാത്തത്? അമ്മ ഇന്ന് തന്നെ ചോദിക്ക്. അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛനുണ്ടാക്കുന്ന കുഴപ്പങ്ങളേ ഉള്ളൂ. വെച്ചോട്ടെ. ശരി, വെച്ചോ. ഞാനങ്ങ് വന്നോളാം. ശരിയമ്മേ. കോൾ കട്ടായി. വിമലകുമാരി അമ്മ എഴുന്നേറ്റു. വീട്ടിലാരും ഉണർന്നിട്ടില്ലെന്ന് തോന്നി. അവർ ഹാളിലേക്ക് ഇറങ്ങി നിവ്യ മോളുടെ മുറിയിൽ വെളിച്ചം കണ്ടു. അനിത ഉണർന്ന് ജോലി തുടങ്ങിക്കഴിഞ്ഞുവെന്ന് മനസ്സിലായി.
വിമലകുമാരിയമ്മ വാതിൽക്കലേക്ക് ചെന്നു. വാതിൽ ചാരിയിട്ടേയുള്ളൂ. അകത്തുനിന്ന് സംഭാഷണം കേൾക്കാം. കാതോർത്തപ്പോൾ അവർക്ക് മനസ്സിലായി. അനിത നിവിയ മോളോട് സംസാരിക്കുകയാണ്. വളരെ വാത്സല്യത്തിലും സ്നേഹത്തിലുമുള്ള ശബ്ദമാണത്. അനിത അവളോട് സംസാരിക്കുന്നത് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. വിമലകുമാരിയമ്മ മുൻപും അത് കേട്ടിട്ടുണ്ട്. നിവിയ മോളുടെ കൈത്തലങ്ങൾ എടുത്തു പിടിച്ച് വിരലുകൾ മടക്കിയും നിവർത്തിയും അവയിൽ തലോടിയും തൻ്റെ കവിളിൽ ആ കൈപ്പടങ്ങൾ ചേർത്ത് വെച്ചും അതിലുമ്മ കൊടുത്തും അവൾ സ്നേഹോക്തികൾ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. നിവിയമോൾ യാതൊരു പ്രതികരണവുമില്ലാതെ ജീവച്ചവം പോലെ കിടന്ന അവസ്ഥയിലും അത് അങ്ങനെ തന്നെയായിരുന്നു. കേൾക്കുന്നവർക്ക് തോന്നും, ശരിക്കും ജീവനും പ്രതികരണശേഷിയുമുള്ള ഒരു കുട്ടിയോടാണ് അവൾ സംസാരിക്കുന്നതെന്ന്. നിവിയമോൾ യാതൊരു പ്രതികരണവുമില്ലാതെ കിടക്കുന്നത് കണ്ടിട്ട് അനിതയുടെ ഈ സ്നേഹപ്രകടനങ്ങൾ വാസ്തവത്തിൽ എത്രമാത്രം അർത്ഥശൂന്യമാണ് എന്നുവരെ തോന്നിയിട്ടുണ്ട്. എന്നാലിപ്പോൾ മനസ്സിലാകുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഒരാളിൻ്റെ വാതിലിൽ നിരന്തരം മുട്ടിവിളിക്കുന്ന പോലെ അസാധാരണമായ ക്ഷമയും വിശ്വാസവും സ്നേഹവും വേണ്ടുന്ന ത്യാഗനിർഭരമായ പ്രവൃത്തിയായിരുന്നു അതെന്ന്. പൂട്ടിയിട്ട മുറിയിൽ ഒരാത്മാവ് അഗാധ നിദ്രയിലാണ്. അതിനെ മെല്ലെ ഉണർത്തി എഴുന്നേൽപ്പിച്ച് അടഞ്ഞ വാതിൽ തുറക്കാൻ സന്നദ്ധയാക്കി എടുക്കണമായിരുന്നു. അവളുടെ നിരന്തരമായ വിളി കേട്ട് മരണതീരത്തെവിടെയോ ബോധം കെട്ട് ഉറങ്ങിപ്പോയ കുഞ്ഞ് ഉണർന്നു. അപാരദൂരങ്ങളിൽ നിന്ന് വരുന്ന ആ ശബ്ദവീചികൾ അവളെ തൊട്ടു തലോടി. ഇരുട്ടിൽ അവൾ എഴുന്നേറ്റിരുന്നു. ആ സ്നേഹം മന്ത്രണങ്ങളുടെ കാണാച്ചരടിൽ പിടിച്ചുകൊണ്ട് ജീവന്റെ നൂൽപ്പാലത്തിലൂടെ അവൾ പിച്ചവെച്ച് നടന്നു. വളരെ വളരെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. ആ ദൂരം അത്രയും അനിതയുടെ സ്വരതന്ത്രികൾ അവളെ കൈപിടിച്ച് നടത്തി. വാതിലിനടുത്തെത്തിയ അവൾ കുഞ്ഞു കരങ്ങൾ കൊണ്ട് അതിൻ്റെ ഓടാമ്പൽ മാറ്റി കതക് മെല്ലെ തുറക്കുകയാണ്. ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക്. അനിത തൻ്റെ ജീവിതകാലത്ത് ഇന്നോളം എന്തെല്ലാം പാപദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരൊറ്റ പുണ്യപ്രവൃത്തി അവയൊക്കെയും മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവുമെന്ന് വിമലകുമാരിയമ്മയ്ക്ക് തോന്നി. ഇപ്പോഴും അവൾ സംസാരിക്കുകയാണ്. വാതിൽ അല്പം തുറന്ന് മുഖം മാത്രം പുറത്തേക്ക് കാട്ടി നിൽക്കുന്ന കുഞ്ഞിനോട്. ആ കുഞ്ഞ് മൂളിക്കേൾക്കുന്നു. എന്തോ പറയാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ നേർത്ത ചിരിയുടെ ഒരു കുഞ്ഞില പ്രാവിനെപ്പോലെ ചിറകടിക്കുന്നു. അനിതയെ വിളിക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചു. വിമലകുമാരിയമ്മ അല്പസമയം അവിടെ തന്നെ നിന്നു. പിന്നെ പിന്തിരിഞ്ഞു. സിറ്റൗട്ടിൽ പത്രം വീഴുന്ന ഒച്ച കേട്ട് മുൻവാതിൽ തുറക്കാൻ വേണ്ടി അവർ അങ്ങോട്ട് പോയി. പ്രഭാത സൂര്യൻ്റെ സുവർണ രശ്മികൾ മുറ്റത്തും സിറ്റൗട്ടിൻ്റെ പടികളിലും വീഴുന്നുണ്ടായിരുന്നു. വിമലകുമാരിയമ്മ പത്രമെടുത്ത് വാർത്താ ശീർഷകങ്ങൾ നോക്കിക്കൊണ്ട് കസേരയിലിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നിവിയമോളെ വീൽചെയറിൽ വെച്ച് തള്ളിക്കൊണ്ട് അനിത വന്നു. നിവിയമോളെ ഇളവയിൽ കൊള്ളിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. മോളു, ഒരു ഗുഡ് മോർണിംഗ് പറ അച്ചമ്മയോട്. നിവിയമോൾ അത് പറയാൻ തുനിഞ്ഞെങ്കിലും അവൾക്ക് വാക്കുകളും അക്ഷരങ്ങളും വഴങ്ങിക്കിട്ടിയില്ല. വിമലകുമാരിയമ്മയ്ക്ക് ഒരു നനുത്ത പുഞ്ചിരി സമ്മാനിച്ചു. ഗുഡ് മോർണിംഗ് നിവിയമോൾ. വിമലകുമാരിയമ്മ കൈനീട്ടി അവളുടെ കവിളത്തും മുടിയിലും തലോടി. എന്നിട്ട് അനിതയുടെ മുഖത്തേക്ക് നോക്കി. നിവിയമോളുടെ പോലെ നിർമ്മലമായ നോട്ടവും പുഞ്ചിരിയും. ഇന്നലെകളുടെ ദുഃഖദുരിതങ്ങളെ അവൾ ഒരു രാത്രിയുടെ ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞ് കടന്നു പോന്നിരിക്കുന്നു. അവളുടെ മുന്നിൽ ഇന്നും നാളെകളും മാത്രമേയുള്ളൂ. ഇന്നലെ താൻ ചോദിച്ച ചോദ്യങ്ങളെയും താൻ തന്നെ പറഞ്ഞ ഉത്തരങ്ങളെയും അവൾ അതിജീവിച്ചു കഴിഞ്ഞു. അനിത സിറ്റൗട്ടിലൂടെ മുന്നോട്ടു പോയി. വിമലകുമാരിയമ്മ പത്രവാർത്തയിലേക്ക് ശ്രദ്ധ തിരിച്ചു. കുറെ കഴിഞ്ഞ് വീൽചെയർ തള്ളിക്കൊണ്ട് അനിത തിരികെ പോകാൻ ഭാവിച്ചപ്പോൾ വിമലകുമാരിയമ്മ പറഞ്ഞു, ഇന്നെനിക്ക് വീട്ടിൽ പോകണം. ഉദയൻ എന്നും വിളിച്ചു. അച്ഛനവന് സ്വൈര്യം കൊടുക്കുന്നില്ലത്രേ. അനിത പെട്ടെന്ന് നിന്നു. മുഖത്തേക്ക് തന്നെ നോക്കി നിമിഷങ്ങളോളം. എന്താടി ചോദിച്ചതും വിമലകുമാരിയമ്മയ്ക്ക് അബദ്ധം പറ്റിയ പോലെയായി. അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല. അനിതയ്ക്കും അത്ഭുതമായെന്ന് തോന്നി. അമ്മ ഇന്ന് പോകരുത്. നാളെ എന്തായാലും അമ്മ ഇവിടെ ഉണ്ടാവണം. അതെന്തിനാ? നാളെ എന്താ വിശേഷം? അനിതയുടെ ഭാവം മാറി. കണ്ണുകളിൽ രൗദ്രം തിളങ്ങി. നാളെ നീതമോളെ എത്തിച്ചു കൊടുക്കേണ്ട ദിവസമാ. വിമലകുമാരിയമ്മയ്ക്ക് ഉൾക്കിടലമുണ്ടായി. എവിടെ? പവിഴം പവലിയനിൽ. നീ അവളെയും കൂട്ടി അവിടെ പോകുമോ? വിമലകുമാരിയമ്മ അനിതയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. അനിത നിഷേധാർത്ഥത്തിൽ മെല്ലെ തലയാട്ടി. അവളെ കൊണ്ടുപോവില്ല. ഞാൻ തനിച്ചു പോകും. അതെന്തിനാ? അവിടെ എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട്. ചിലപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. അമ്മ അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമാ. അനിതയുടെ സംസാരത്തിലെ ദുരൂഹത വിമലകുമാരിയമ്മയെ സംശയഗ്രസ്തയാക്കി.
നീ എന്തിനാ അവിടെ പോകുന്നേ? മുൻപ് പോയതിൻ്റെ അനുഭവം മതിയായില്ലേ? ഒരു തവണ കൂടി പോകേണ്ടി വരും. പിന്നീടൊരിക്കലും ഇവിടെ നിന്നാരും അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാ. അത്രയും പറഞ്ഞിട്ട് അനിത വീൽചെയർ ഉന്തിക്കൊണ്ട് ഹാളിലേക്ക് കയറിപ്പോയി. വിമലകുമാരിയമ്മ അമ്പരപ്പിൽ നിന്നു. എന്താണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലാണല്ലോ. അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഹരിക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പോലീസിൽ അറിയിച്ചിട്ട് അവർ പോലും നിസ്സഹായരും മറ്റുള്ളവരുടെ ആജ്ഞാനുവർത്തികളുമാണ്. എന്തായാലും തറവാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലെന്ന് വിമലകുമാരിയമ്മയ്ക്ക് മനസ്സിലായി. നാളെ കൂടിയെങ്കിലും ഇവിടെ നിൽക്കേണ്ടി വരും. അനിത പുറത്തേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നീത മുറിയിലേക്ക് കയറി വന്നത്. അനിത ചുരിദാർ ഇട്ടിരിക്കുന്നത് കണ്ട് അവൾ വിസ്മയിച്ചു. ആൻറ്റി രാവിലെ എങ്ങോട്ടാ യാത്ര? ടൗണിൽ പോണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞാനും വരട്ടെ? അയ്യോ മോളെ, വേണ്ട. ഇപ്പോൾ നല്ല സ്മാർട്ടായല്ലോ. ഇന്നലെയൊക്കെ ആൻറ്റി വല്ലാതെ ഡള്ളായിരുന്നു. അത് ഇന്നലെയല്ലേ? ആൻറ്റി അതൊക്കെ സർവൈവ് ചെയ്തോ? എന്തെല്ലാം സർവൈവ് ചെയ്താ ഇവിടെ വരെ എത്തിയത്? എനിക്ക് ഇന്നലെയേക്കാൾ വലുത് നാളെയാണ്. ആൻറ്റിക്ക് ഒരു വിഷമവും തോന്നിയില്ലേ? എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ടാണ് വിഷമം. നീതയുടെ മുഖം വാടി. നാളെ അല്ലേ ആൻറ്റി? ഞാൻ ആലോചിക്കുകയായിരുന്നു, നാളെ ഞാൻ ജീവിക്കണോ വേണ്ടയോ എന്ന്. നീ ജീവിച്ചിരിക്കണം. അതിനു വേണ്ടിയാ ഞാൻ ഓരോന്നും ചെയ്യുന്നേ. അവർ വിളിച്ച സ്ഥലത്ത് പോകുന്നതിനേക്കാൾ ഭേദം. നീ ഒരിടത്തും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. അവരെ പിണക്കിയ അവർ ആ വീഡിയോസൊക്കെ നാളത്തെ ദിവസം കഴിഞ്ഞാൽ അത് ചെയ്യാൻ ധൈര്യമുള്ള ഒറ്റയൊരുത്തനും ബാക്കിയുണ്ടാവില്ല. ആ വീഡിയോകളും അത് പകർത്തി വെച്ചിരിക്കുന്ന ഫോണുകളും ഒന്നും ഉണ്ടാവില്ല. ആൻറ്റി എന്തൊക്കെയാ ഈ പറയണേ? ഞാൻ ആ 2 വീലർ ഒന്ന് കൊണ്ടുപോവുകയാണേ. വരാൻ അല്പം വൈകും. നിവിയ മോളെ നോക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആൻറ്റി. എവിടേക്കാ പോണേ? ടൗണിൽ. അനിത ചെറിയ ട്രാവൽ ബാഗ് എടുത്തു. ആ സ്കൂട്ടറിൻ്റെ പെട്രോൾ ടാങ്ക് എത്ര ലിറ്ററിൻ്റെയാ മോളെ? എനിക്കറിയില്ല. 10ഓ 15ഓ ആയിരിക്കും. എന്തിനാ ഇപ്പം അതൊക്കെ അറിയുന്നേ? ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടേക്കാം. ആൻറ്റിക്ക് എന്താ വട്ടാണോ? എന്തിനാ ഫുൾ ടാങ്ക് പെട്രോൾ? ദൂരയാത്ര വല്ലതുമുണ്ടോ? ഇല്ല. എന്നാലും എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലോ? അനിത അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അത് ചിരിയല്ലെന്ന് നീതയ്ക്ക് തോന്നി. ഒരു മുഖം മൂടി വെച്ച് ചിരിച്ച പോലെ. അനിത നീതയോട് സ്കൂട്ടിയുടെ താക്കോൽ വാങ്ങി നിവ്യമോളെ നോക്കണേ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ച ശേഷം പുറത്തേക്ക് പോയി. വിമലകുമാരിയമ്മ നീതയുടെ അടുത്തേക്ക് വന്നു. അവൾ എന്താ പറഞ്ഞേ? ടൗണിൽ പോവുകയാണെന്ന്. വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. നീത നിവ്യമോളുടെ മുറിയിലേക്ക് കയറി. അനിത ഉച്ചയ്ക്ക് മുൻപേ തിരിച്ചെത്തി. അവളുടെ കൈവശം 2 ബിഗ് ഷോപ്പർ ബാഗുകളുണ്ടായിരുന്നു. അത് കണ്ട് വിമലകുമാരിയമ്മ ചോദിച്ചു, എന്തൊക്കെയാ ഇതിനകത്ത് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നേ? കുറച്ച് ഡ്രസ്സും വേറെ ചില സാധനങ്ങളും. അടുത്തയാഴ്ച എനിക്ക് വീട്ടിലൊന്ന് പോകേണ്ടി വരും. ബിഗ് ഷോപ്പർ ബാഗുകളുമായി അനിത അകത്തേക്ക് പോയി. നീത നിവ്യമോളുടെ അരികെ ഇരിപ്പുണ്ടായിരുന്നു. ആൻറ്റി ഇത്ര പെട്ടെന്ന് വന്നോ? തീർന്നോ ഷോപ്പിംഗ്? തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്, അനിത പറഞ്ഞു. അവൾ ബിഗ് ഷോപ്പറിനുള്ളിൽ കൈയിട്ട് വലിയ ചോക്ലേറ്റ് ഒരെണ്ണമെടുത്ത് നീതയ്ക്ക് കൊടുത്തു. അയ്യോടാ, ഇത്ര വലുതോ? ഇതിന് 160 രൂപയല്ലേ പൈസ? നീത ആശ്ചര്യപ്പെട്ടു. കുറെ വാങ്ങി തിന്നിട്ടുണ്ടല്ലോ. അനിത ചിരിച്ചു. നീത ചോക്ലേറ്റിൻ്റെ വർണ്ണക്കടലാസ് ഒരരികിൽ നിന്ന് പൊളിച്ചു മാറ്റി സമചതുരത്തിലുള്ള ഒരു പീസ് ഒടിച്ചെടുത്ത് അനിതയുടെ മുഖത്തിന് നേർക്ക് നീട്ടി. ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാ. അതിനെന്താ, ആൻറ്റി ചോക്ലേറ്റ് കഴിക്കില്ലേ? അനിത വായ് തുറന്നു. നീത നീട്ടിയ ചോക്ലേറ്റ് കഷ്ണം കടിച്ചെടുത്തു. അനിത അടുത്ത നിമിഷം നീതയെ കെട്ടിപ്പിടിച്ചു. ദൗർബല്യത്തിൻ്റെ നിമിഷമായിരുന്നു അത്. അവൾ നീതയുടെ മുടിയിൽ അള്ളിപ്പിടിക്കുകയും പിന്നെ പിടിയയച്ച് തലോടുകയും ചെയ്തു. ആലിംഗനത്തിൽ നിന്ന് വിട്ടകലവേ അനിതയുടെ കണ്ണിലെ നീർത്തിളക്കം കണ്ട് നീത വിസ്മയം പൂണ്ടു. ആൻറ്റിയുടെ കണ്ണ് നിറഞ്ഞല്ലോ. എന്തുപറ്റി? ഞാൻ ചോക്ലേറ്റ് വായിൽ വെച്ച് തന്നിട്ടാണോ? സംസാരിച്ചാൽ തൊണ്ടയിടറുമെന്ന് തോന്നിയതിനാൽ അനിത മൃദുവായി തലകുലുക്കി. എനിക്കറിയാം, ആൻറ്റിയുടെ മക്കളെ ഓർത്തു കാണും ആൻറ്റി. അതല്ലേ കാര്യം. അതിനും അനിത തലയാട്ടി. കണ്ണ് നിറഞ്ഞ് തുളുമ്പാതിരിക്കാൻ മച്ചിന് നേർക്ക് മുഖമുയർത്തി നോക്കി. നീത ചോക്ലേറ്റ് അടർത്തി അവളുടെ തന്നെ വായിലേക്കിട്ടു. ആഹാ, ഇവിടെ ചോക്ലേറ്റ് തീറ്റിയാണോ? എനിക്കില്ലേ? ഹരിത കുഞ്ഞിനെയും എടുത്ത് വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. നിനക്കുമുണ്ട്, അങ്ങോട്ട് കൊണ്ടുവന്ന് തന്നേനെ. അനിത ബാഗിൽ കൈയിട്ട് അവൾക്കുള്ള ചോക്ലേറ്റ് എടുത്തു കൊടുത്തു. ഹരിതേച്ചി ചോക്ലേറ്റ് തിന്നേണ്ട പ്രായം കഴിഞ്ഞു. ഇനി മോന് വാങ്ങിക്കൊടുത്താൽ മതി. നീത ഹരിതയെ കളിയാക്കി. അനിത അടുത്ത മിഠായി പാക്കറ്റുമായി നിവ്യമോളുടെ കിടക്കയ്ക്കരികിലേക്ക് നീങ്ങി. ഉച്ചയൂണിന് ശേഷം എല്ലാവരും വിശ്രമിക്കാൻ അവരവരുടെ മുറികളിലേക്ക് പോയ നേരത്ത് അനിത 10 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ക്യാനുമായി
കാർപോർച്ചിലെത്തി. ഷെഡിനോട് ചേർത്ത് നിർത്തിയിരുന്ന സ്കൂട്ടിയുടെ ഫ്യൂവൽ ടാങ്ക് തുറന്ന് കയ്യിൽ കരുതിക്കൊണ്ടുവന്ന നീളമുള്ള പ്ലാസ്റ്റിക് ട്യൂബിൻ്റെ ഒരറ്റം പെട്രോൾ ടാങ്കിലേക്ക് ഇട്ടു. മറ്റേ അറ്റം ജാറിനുള്ളിലേക്കും വെച്ചു. പെട്രോൾ ടാങ്കിലെ ഇന്ധനം സാവകാശം ഒഴുകി ജാറിനുള്ളിലേക്ക് വീണുകൊണ്ടിരുന്നു. ടാങ്കിലെ പെട്രോൾ മുക്കാലും വലിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അനിത ട്യൂബ് വലിച്ചെടുത്തു. ജാർ ഷെഡിനുള്ളിലേക്ക് മാറ്റി അടച്ചു വെച്ചു. വീടിനുള്ളിൽ വിമലകുമാരി അമ്മയും നീതയും ഉച്ചമയക്കത്തിലായിരുന്നു. അനിത ഹരിതയുടെ മുറിയിൽ ചെന്ന് പറഞ്ഞു, ഞാൻ ഒരു സാധനം വാങ്ങാൻ വിട്ടുപോയി, വാങ്ങിച്ചോണ്ട് വരാം. അമ്മ എങ്ങാനും ചോദിച്ചാൽ പറഞ്ഞേക്കണം. നിവിയ മോളെയും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഹരിത തലകുലുക്കി സമ്മതിച്ചു. അനിത സ്കൂട്ടിയും എടുത്ത് വീണ്ടും ടൗണിലേക്ക് പോയി. ആദ്യം ചെയ്ത പോലെ തന്നെ വിവിധ പെട്രോൾ ബങ്കുകളിൽ നിന്ന് 2 ലിറ്റർ വീതം 10 ലിറ്റർ പെട്രോൾ കൂടി ടാങ്കിലടിച്ചു. അപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. വീട്ടിലെത്തിയ ശേഷം ടാങ്കിലെ പെട്രോൾ ട്യൂബിലൂടെ വലിച്ചെടുത്ത് മറ്റൊരു ജാറിലേക്ക് മാറ്റി. അതിനുശേഷം ഓരോ ലിറ്റർ പെട്രോൾ വീതം കൊള്ളുന്ന പ്ലാസ്റ്റിക് കവറുകൾ സജ്ജമാക്കി വെച്ചു. തിരിച്ച് ഹാളിലേക്ക് കയറി ചെന്നപ്പോൾ വിമലകുമാരിയമ്മ ഹാളിൽ നിദ്രാലസ്യത്തോടെ ഇരിപ്പുണ്ടായിരുന്നു. നീ പിന്നെയും ടൗണിൽ പോയോ? പോയി. ചില സാധനങ്ങൾ മറന്നുപോയി. അത് വാങ്ങാൻ പോയതാ. ഞാൻ മയക്കം വിട്ട് ഉണർന്നു നോക്കിയപ്പോൾ നിന്നെ കാണാനില്ല. ഞാൻ പെട്ടെന്ന് വന്നല്ലോ. വിമലകുമാരിയമ്മ അനിതയെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഇന്നലെ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. നീ ഇന്നലെ രാത്രി ഉറങ്ങിക്കാണില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ മറുപടി തന്നില്ല. അനിതയുടെ മുഖം താണു. അമ്മ തന്നെ മറുപടിയും പറഞ്ഞു. ഇനി ചോദിച്ചിട്ടും ഫലമില്ലെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ചോദിക്കുക, നീ എന്തിനാ എൻ്റെ മകനോട് പിണങ്ങിയത്? എന്തുകൊണ്ടാ നീ അവനെ ഉപേക്ഷിച്ചു പോയത്? പറക്കം മുറ്റാത്ത 2 പെൺമക്കളെ കൂടി വിട്ടുകളഞ്ഞത്? അനിതയുടെ മനസ്സിലേക്ക് ഒരു വേവലാതി വന്നു കയറി. പറയാൻ മനസ്സില്ലെങ്കിൽ പറയണ്ട. നീ ഒരു ചീത്ത പെണ്ണായിരുന്നെങ്കിൽ എനിക്കിത് ചോദിക്കേണ്ട ആവശ്യം വരില്ല. പക്ഷേ കണ്ടിടത്തോളം നീയൊരു നല്ല സ്ത്രീയാ. നിനക്കെങ്ങനെ 17 വർഷം മുൻപ് അങ്ങനെയൊരു ക്രൂരത കാണിക്കാൻ തോന്നി? അനിത ചിന്താക്കുഴപ്പത്തിലായി. പറയണോ? അമ്മ എല്ലാം അറിഞ്ഞ നിലയ്ക്ക് പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. ഹരിലാലുമായുള്ള പ്രേമകഥ എല്ലാവർക്കും അറിവുള്ളതാണ്. പിരിഞ്ഞു പോകാനുണ്ടായ നിമിത്തം എന്താണെന്ന് സൂചിപ്പിച്ചാൽ മതി. ജോൺ സാമുവലിൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു. അധ്യായം 7. കാൺപൂരിൽ 4-ാമത്തെ നിലയിലെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന മലയാളി കുടുംബം തങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വന്ന് പരിചയപ്പെടുകയായിരുന്നു. ഒപ്പം സ്വയം പരിചയപ്പെടുത്തുകയും ബെന്നിച്ചായനും സെലീന ചേച്ചിയും അവരുടെ ജോപോൾ എന്നു പേരുള്ള ആൺകുട്ടിയും. ബെന്നിച്ചായന് ടാറ്റ മോട്ടോഴ്സിലായിരുന്നു ജോലി. സെലീന ചേച്ചി ഗോപാൽ നഗറിലുള്ള സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയും. വളരെ പെട്ടെന്ന് 2 കുടുംബങ്ങളും തമ്മിൽ അടുത്തു. ജോപോളിന് ഹരിതമോളെ വലിയ ഇഷ്ടമായിരുന്നു. അവന് വാരിയെടുത്തുകൊണ്ട് നടക്കാവുന്ന പ്രായം. ഹരിതമോൾക്ക് 1.5 വയസ്സ്, ജോപോളിന് 5. അവൻ്റെ കൂടെ എത്ര നേരം വേണമെങ്കിലും അവൾ ചിരിച്ചു കളിച്ച് ഇരുന്നോളും. ബെന്നിച്ചായൻ ഞായറാഴ്ചകളിൽ ഹരിലാലിനെ സ്മോൾ അടിക്കാൻ വിളിക്കും. ഹരിലാലിനും ആ കമ്പനി ഇഷ്ടമായിരുന്നു. ഒരു ദിവസം സെലീന ചേച്ചിയുടെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. സെലീന ചേച്ചി പരിചയപ്പെടുത്തി. എൻ്റെ ബ്രദറാ. പേര് ജോൺ സാമുവൽ. ഭോപ്പാലില. സ്കൂൾ ടീച്ചർ. ഇവളേതാണെന്ന് അയാൾ ആശ്ചര്യത്തിൽ നോക്കുന്നു. ഇത് അനിത. ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഹസ്ബൻഡ്. ഇതിൻ്റെ കല്യാണം കഴിഞ്ഞോ? അയാൾക്ക് അതിശയം. ഒരു കുഞ്ഞുണ്ട്, 2 വയസ്സാകുന്നു. ഇതിന് കുട്ടിയോ? ഇതുതന്നെ ഒരു കുട്ടിയല്ലേ? അത് കേട്ട് സെലീന ചേച്ചി ചിരിച്ചു. ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു. പ്രേമിച്ചു കെട്ടിയതാ. സഹോദരൻ്റെ മുൻപിൽ സെലീന ചേച്ചി ആ പ്രേമകഥ ഒന്ന് ചുരുക്കി പറഞ്ഞു. കഷ്ടം. ജോൺ സാമുവൽ മൂക്കത്ത് വിരൽ വെച്ചു. എത്ര വയസ്സുണ്ട്? 20. പോടാ കളിയാക്കാതെ. അവൾക്ക് 22ആയി. കണ്ടപ്പോൾ ഞാനോർത്തു ചേച്ചിയുടെ സ്റ്റുഡൻ്റാണെന്ന്. അതെ, എൻ്റെ സ്റ്റുഡൻ്റാ. കുക്കിങ്ങിൽ. അയാളുടെ നിസാരമട്ടിലുള്ള നോട്ടവും മനുഷ്യനെ കൊച്ചാക്കുന്ന രീതിയിലുള്ള സംഭാഷണവും അരോചകമായിട്ടാണ് ആദ്യം തോന്നിയത്. ആൾ സുമുഖനാണ്. സെലീന ചേച്ചിയേക്കാൾ വെളുപ്പും മിനുപ്പും വലുപ്പവുമുള്ള കണ്ണുകൾ, അല്പം കഷണ്ടി കയറിയോ എന്ന് സംശയിക്കാവുന്ന വിധത്തിലുള്ള വീതിയേറിയ നെറ്റി. ഇത് കഷണ്ടിയൊന്നുമല്ല. താൻ നോക്കുന്നത് കണ്ട് നെറ്റി തടവിക്കൊണ്ട് ജോൺ സാമുവൽ പറഞ്ഞു, ബുദ്ധി കൂടുതലുള്ളവരുടെ ലക്ഷണമാ. എനിക്ക് ദൈവം 1.5 ആളിൻ്റെ ബുദ്ധി തന്നിട്ടുണ്ട്. അതൊരു ഹ്രസ്വമായ കൂടിക്കാഴ്ചയായിരുന്നു. പിറ്റേന്ന് ഞായർ താഴെ 3-ാം നിലയിലെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ഒരു ചോദ്യം. പള്ളിയിലൊന്നും പോകാറില്ലേ? ക്രിസ്ത്യാനിയാണെന്ന് ചേച്ചി പറഞ്ഞു. ഒരു മറുപടിയും പറയാതെ തിരികെ അകത്തേക്ക് കയറിപ്പോന്നു. തിങ്കളാഴ്ച സെലീന ചേച്ചി സംഭാഷണത്തിനിടയിൽ പറഞ്ഞു, അവൻ പൈസ ചോദിക്കാൻ വന്നതാ.
ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങും. തിരിച്ചു തരുവോ? എവിടുന്ന്? അവനവിടെ ശമ്പളം കിട്ടുന്നതൊന്നും തികയുന്നില്ലത്രേ. ചെലവാളിയാ. ബ്രാൻഡഡ് സാധനങ്ങളെ ഉപയോഗിക്കൂ. ടിപ് ടോപ്പായി നടക്കണം. പിന്നീട് കുറേ നാൾ കഴിഞ്ഞായിരുന്നു അടുത്ത കൂടിക്കാഴ്ച. അന്ന് താൻ നീതയെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. സെലീന ചേച്ചിയുടെ ഡൈനിങ് റൂമിൽ ഹരിതമോളെ മടിയിൽ വെച്ച് വെളുത്തുള്ളിയുടെ തൊലി നുള്ളിപ്പൊളിക്കുകയായിരുന്നു താൻ. ചേച്ചി ഇറച്ചിക്കറി വയ്ക്കുന്നുണ്ട്. ഓർക്കാപ്പുറത്ത് ബെഡ്റൂമിൽ നിന്ന് ജോൺ സാമുവൽ ഡൈനിങ് റൂമിലേക്ക് കടന്നു വന്നു. താൻ മോളെയും കൊണ്ട് എണീക്കാൻ ഭാവിച്ചപ്പോൾ കൈകാട്ടി തടഞ്ഞുകൊണ്ട് പറയുന്നു, സിറ്റ് ഡൗൺ. ഒരു വിദ്യാർത്ഥിനിയോടെന്ന പോലെ. ജോൺ സാമുവൽ ഡൈനിങ് ടേബിളിൻ്റെ കുറിയ ഭാഗത്തുള്ള കസേരയിൽ വന്നിരുന്നു. എന്തെങ്കിലും ഒന്ന് മിണ്ടു. എപ്പോ വന്നുവെന്നെങ്കിലും ഒരു ഭംഗിവാക്ക്. അവളങ്ങനെ ആരോടും കൊഞ്ചാൻ പോകാറില്ല. ആഹാ, മിണ്ടപ്പൂച്ചയാണല്ലേ. ശരി, ഞാനും ഒന്നും മിണ്ടുന്നില്ല. മേശപ്പുറത്തിരുന്ന ഉള്ളിയും സവാളയും വാരിക്കളിച്ചുകൊണ്ടിരുന്ന ഹരിതമോളുടെ നേർക്ക് അയാൾ 2 കൈ നീട്ടി. അവൾ ഒന്ന് സംശയിച്ച് അയാളെ നോക്കി, തന്നെയും നോക്കി, പിന്നെ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇങ്ങു വാ മുത്തേ. അയാൾ വീണ്ടും കൈ നീട്ടി. ഇയാൾ പോടെ എന്ന മട്ടിൽ ഹരിതമോൾ വീണ്ടും ഉള്ളി വാരിക്കളിക്കുന്നത് തുടർന്നു. ജോൺ സാമുവൽ മേശപ്പുറത്തിരുന്ന സ്പൂൺ എടുത്ത് അതുകൊണ്ട് മേശമേൽ മെല്ലെ താളം പിടിച്ചു. ഹരിതമോൾ അത് ശ്രദ്ധിച്ചു. സ്പൂണിനായി കൈ നീട്ടി. അങ്ങനിപ്പോൾ തരുന്നില്ല. പോ. വിളിച്ചപ്പോൾ വന്നോ? ഇല്ലല്ലോ. വഴക്ക് പറഞ്ഞതാണോ എന്ന് സംശയിച്ച് ഹരിതമോൾ തന്നെ നോക്കി. മേശപ്പുറത്തിരുന്ന തൻ്റെ കൈപ്പത്തിയിൽ അയാൾ 2-3 തവണ സ്പൂൺ കൊണ്ട് തട്ടി. താൻ കൈ വലിച്ചപ്പോൾ ചോദ്യം, എന്താ ഇത്ര ഗൗരവം? താൻ മൂർച്ചയോടെ ഒന്ന് നോക്കിയിട്ട് എഴുന്നേറ്റു. മോളെ എടുത്തു. സെലീന ചേച്ചി കിച്ചണിലാണ്. ചേച്ചി, ഞാൻ പോണു. മറുപടിക്ക് പോലും നിൽക്കാതെ ഉടൻ തന്നെ മുറിവിട്ടിറങ്ങി. ഹോ, എന്തൊരു ഗമ! ഇതാരാണപ്പ? പിന്നിൽ നിന്ന് അയാൾ പിറുപിറുക്കുന്നത് കേട്ടു. അന്ന് രാത്രി താൻ ഹരിലാലിനോട് പറഞ്ഞു, അയാൾ ഒട്ടും ശരിയല്ല. ആര്? നീ ആരുടെ കാര്യാ പറയുന്നേ? ആ സെലീന ചേച്ചിയുടെ ബ്രദറില്ലേ അയാള്? നിനക്കെങ്ങനെ മനസ്സിലായി അയാൾ ശരിയല്ലെന്ന്? ഹരിലാലിൻ്റെ കൈമടക്കിൽ തലവെച്ച് കിടക്കുകയാണ്. ആ ഉടലിനോട് ചേർന്നമർന്ന് ചരിഞ്ഞുള്ള കിടത്തം. താൻ സംഭവിച്ച കാര്യം പറഞ്ഞപ്പോൾ ഹരിലാൽ ചിരിക്കുന്നു. എന്തിനാ ഇളിച്ചേ? എടി, ഹരിതമോളെപ്പോലെ നിന്നെയും അയാളൊരു കുട്ടിയായേ കണക്കിലെടുത്തിട്ടുള്ളൂ. ഒരു മോളെ പ്രസവിച്ച ഞാൻ എങ്ങനെയാ കുട്ടിയാകുന്നേ? എന്നെ മാത്രമല്ല, എൻ്റെ മോളെയും അയാൾ കണ്ടതല്ലേ. ഞാനൊരമ്മയാണെന്ന് അയാൾക്ക് അറിയാവുന്നതല്ലേ. അതൊക്കെ ശരി തന്നെ. പക്ഷേ നിന്നെ തനിച്ച് കണ്ട ഒരു സ്റ്റുഡൻ്റാണെന്നേ ആർക്കും തോന്നൂ. നിന്റെ മുഖത്തൊരു കുട്ടിത്തം മായാതെ കിടപ്പുണ്ട്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഹരിയേട്ടാ. വേണ്ട, ഇഷ്ടപ്പെടണ്ട. നീ വേറെ ആരെയും ഇഷ്ടപ്പെടാതിരിക്കുന്നതാ എനിക്കിഷ്ടം. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇനി ഞാൻ ആരെ ഇഷ്ടപ്പെടാനാ? ഷടാ, വേണ്ടെന്നേ. എന്നെ അല്ലാതെ ആണായി പിറന്ന ഒറ്റയൊരുത്തിനെയും നീ ഇഷ്ടപ്പെടണ്ട. ഞാനെൻ്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇനി വേറൊരാളെ ഈ ജന്മത്തിൽ എനിക്ക് വേണ്ട. അങ്ങനെ തീർത്തു പറയണ്ട. മനുഷ്യൻ്റെ കാര്യമല്ലേ. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെല്ലാം വഴിത്തിരിവുകളും ഉണ്ടാവും. ഡൽഹിയിൽ നേഴ്സിംഗ് പഠിക്കാൻ വന്ന നീ എന്നെ കണ്ടുമുട്ടുമെന്നും പ്രേമിക്കുമെന്നും വിചാരിച്ചിരുന്നോ? നല്ലൊന്നാന്തരം നായർ തറവാട്ടിൽ ജീവിച്ച ഞാൻ ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും നനച്ചിരുന്നോ? ഇതൊക്കെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ ഹരിയേട്ടാ. അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സുരുകി പ്രേമിച്ച് ഒന്നു ചേർന്ന എത്രയോ പേർ ആ ജന്മശത്രുക്കളെപ്പോലെ അകന്നു പോയിരിക്കുന്നു. എത്രയോ പേർ മറ്റു ചില ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. എത്ര ഭർത്താക്കന്മാർ ഭാര്യയെ ഉപേക്ഷിച്ച് കാമുകിമാരെ സ്വീകരിച്ചിട്ടുണ്ട്. എത്ര ഭാര്യമാർ ഭർത്താവിനെയും മക്കളെയും വിട്ട് കാമുകനോടൊപ്പം വീട് വിട്ടു പോയിരിക്കുന്നു. ഇതൊന്നും ലോകത്ത് നടക്കാത്തതല്ല. അങ്ങനെയൊരു പെണ്ണു വന്നാൽ ഹരിയേട്ടൻ എന്നെയും മക്കളെയും വിട്ടിട്ട് ആ പിശാചിൻ്റെ കൂടെ പോയിക്കളയോ? അറിഞ്ഞുകൂടാ, മനുഷ്യനല്ലേ. എന്ന് വെച്ചാൽ അത്രയ്ക്കേ ഉള്ളോ എൻ്റെ അടുത്ത്? എടി, പോണമെന്ന് വിചാരിച്ചല്ല, പോകരുത് എന്ന് വിചാരിച്ച ഞാൻ ജീവിക്കുന്നേ. പക്ഷേ സാക്ഷാൽ ദൈവം അസൂയമോത്ത് ഏതെങ്കിലും മേനകയെ എൻ്റെ മനസ്സിളക്കാൻ വേണ്ടി പറഞ്ഞയച്ചെങ്കിലോ? വിശ്വാമിത്രൻ്റെ തപസ്സിളക്കിയ പാട്ടിയല്ലേ. അതുകൊണ്ട് നീ മൂപ്പരെ അസൂയപ്പെടുത്താതിരിക്കുക. തമാശയായിട്ടാണ് പറച്ചൽ. എനിക്ക് മനസ്സിലായി. വേണമെന്ന് വെച്ചാൽ മനസ്സിളകുമെന്നാണല്ലോ പറഞ്ഞു വച്ചത്. എൻ്റെ കാര്യം അങ്ങനെയല്ല. എനിക്കുറപ്പുണ്ട്, എത്ര വലിയ കാമദേവൻ വന്നാലും എൻ്റെ മനസ്സിന് ഒരു ചാഞ്ചാട്ടം പോലും ഉണ്ടാവില്ലെന്ന്. വളരെ നല്ലത്. അതാണ് ചങ്കുറപ്പ്. പക്ഷേ ആ ഉറപ്പ് ഹരിയേട്ടനില്ലല്ലോ. എടി, എനിക്കെന്തെങ്കിലും ഒരാപത്തു സംഭവിച്ചോന്നിരിക്കട്ടെ. അപ്പോൾ നീ ഒറ്റയ്ക്കാകും. ഇപ്പോൾ വയറ്റിൽ കിടക്കുന്നതും ചേർത്ത് 2 മക്കൾ.
നീ തനിച്ച് എന്തു ചെയ്യും? ചുമ്മാ വേണ്ടാത്ത വർത്തമാനമൊന്നും പറയല്ലേ ഹരിയേട്ടാ, ആപത്ത് സംഭവിക്കുമത്രേ. വേറൊന്നും പറയാൻ കണ്ടില്ലേ? ചുമ്മാ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. 23 തികഞ്ഞിട്ടില്ല നിനക്ക്. 2 കൊച്ചുകുട്ടികൾ. എങ്ങനെ ജീവിക്കും നീ? ജോലിയെടുക്കണ്ടേ? നീണ്ടുപോകുന്ന ജീവിതത്തിനിടയിൽ നീ ആരുടെയെല്ലാം സഹായം സ്വീകരിക്കേണ്ടി വരും. നിനക്ക് സ്നേഹം തോന്നുന്ന ഒരാൾ നിന്റെ കൈപിടിക്കാൻ തയ്യാറായി വന്നെങ്കിലോ? പോ ഹരിയേട്ടാ, എനിക്കങ്ങനൊരാൾ വേണ്ട, മരണം വരെ. അത് നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. അന്നത്തെ മനസ്സും ചിന്തയും വേറൊന്നായിരിക്കും. എൻ്റെ മനസ്സിന് ഒരു മാറ്റവും വരില്ല. ഹരിയേട്ടന് അങ്ങനൊരവസ്ഥ വന്നാൽ വേറെ കല്യാണം കഴിക്കോ? ഞാനില്ലാതായാൽ? ഒരു സംശയവും വേണ്ട. ഞാനിങ്ങനെ തനിച്ച് 2 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരും. എൻ്റെ കാര്യങ്ങൾ ആര് നോക്കും? എനിക്കൊരു പിന്തുണ കൂടിയേ തീരൂ. ഇതൊക്കെയാണല്ലേ മനസ്സിൽ? ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു, പറയുന്നു. നീ റൊമാൻറ്റിക്കായിട്ടും. മനസ്സിലായി. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനില്ലാതായിപ്പോയ ഹരിയേട്ടൻ എന്നെ ഓർത്ത് മനസ്സുരുകി വേദനിച്ച് ബാക്കി പറയാൻ കഴിയുന്നില്ല, നെഞ്ചു പൊട്ടുന്ന പോലെ. അതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും കുറേ കാലം. പിന്നെ ആ മുറിവൊക്കെ പതിയെ പതിയെ ഉണങ്ങും. താൻ മിണ്ടുന്നില്ല, വീർപ്പടക്കി പിടിച്ചിരിക്കുകയാണ്. ശ്വാസം വിട്ടാൽ അക്കൂടെ ഒരു കരച്ചിൽ അണ പൊട്ടിയെങ്കിലോ? ഹരിയേട്ടൻ്റെ കൈമടക്കിന് ബലം കൂടുന്നു. ദേഹത്തോട് ഒന്നുകൂടെ ചേർത്ത് പിടിക്കുകയാണ് തന്നെ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ ഇതിനു മുൻപേ സംസാരിച്ചിരിക്കുന്നു. അവരിൽ എത്രയോ പേർ ഇണയെ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും മറ്റൊരു ഇണയെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോഴേക്കും പൊട്ടിപ്പോയി നെഞ്ചകം. ആഹാ, കരച്ചിലായോ? എടി മണ്ടൂസേ, നമ്മൾ നടക്കാൻ പോകുന്ന കാര്യമല്ല പറഞ്ഞത്. ഒരു നുണക്കഥ പറഞ്ഞ് രസിക്കുകയാ. അതിനിടയ്ക്കും കരച്ചിലോ? മിണ്ടാതെ കൈയെടുത്ത് ഉടലിൽ ചുറ്റി നെഞ്ചിലേക്ക് മുഖം നിരക്കി വെച്ച് കിടക്കവേ ഹരിയേട്ടൻ പറയുന്നു, നീ പറഞ്ഞ പോലെ ജീവിക്കുന്നവരുമുണ്ടാവാം. ഇണയെ നഷ്ടപ്പെട്ട പ്രാവിനെപ്പോലെ ശിഷ്ടകാലം മുഴുവൻ തനിയെ ജീവിച്ചവർ. ഒന്നിച്ച് ജീവിച്ച കാലത്തെ ഓർമ്മകൾ മാത്രം മതിയെന്നു വെച്ച് വൈദവ്യത്തിൻ്റെ വെള്ള പുതച്ച് മരണം വരെ കഴിഞ്ഞുകൂടിയവർ. പക്ഷേ സ്ത്രീക്കേ പറ്റൂ. പുരുഷന് അത്ര നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. എന്നിട്ട് ജീവിതത്തിൽ സംഭവിച്ചതോ? ആര് പറഞ്ഞതാണ് വാസ്തവമായി തീർന്നത്? എല്ലാം ദൈവനിശ്ചയം എന്ന് സമാധാനിക്കാൻ കഴിയുമോ? വിധിയെ പഴിക്കുമ്പോഴും ഇരുട്ടിൽ നിന്നൊരു അജ്ഞാത വിരൽ തൻ്റെ നേർക്ക് നീണ്ടുവരുന്നില്ലേ? ജോൺ സാമുവലിനെ പിന്നീട് കുറേ കാലത്തേക്ക് കാണാനിട വന്നില്ല. 2 or 3 തവണ സെലീന ചേച്ചിയുടെ ഫ്ലാറ്റിൽ വന്നു പോയെന്ന് അറിഞ്ഞു. ജോൺ സാമുവൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ അങ്ങോട്ട് പോവുകയേ ഇല്ലായിരുന്നു. അതിനിടയിൽ നീതമോളെ പ്രസവിച്ചു. അവൾക്ക് 1 വയസ്സായപ്പോഴേക്കും ഹരിലാലിന് വീണ്ടും ട്രാൻസ്ഫർ. ഇത്തവണ രാജസ്ഥാനിലെ ജയ്സാൽമറിലേക്കായിരുന്നു മാറ്റം. അവിടെ പോയി ജോയിൻ ചെയ്ത ശേഷം തിരിച്ചു വന്ന ഹരിലാൽ പറഞ്ഞു, മരുഭൂമിയാണ്, മഴയില്ല, വെള്ളമില്ല, ചൂട് കൂടുതല, കൂടെ കൂടെ പൊടിക്കാറ്റടിച്ചുകൊണ്ടിരിക്കും. നിനക്കും കുട്ടികൾക്കും ഒട്ടും പറ്റിയ കാലാവസ്ഥയല്ല. ഹരിയേട്ടൻ അവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കാനോ? ഒറ്റയ്ക്കല്ല, എന്നെപ്പോലെ പലരുമുണ്ട്. ഞാനും കുഞ്ഞുങ്ങളും ഇവിടെ തനിയെ. ഇവിടെ നമ്മൾ സെറ്റിലായതുപോലെയല്ലേ? നല്ല ഫ്ലാറ്റ്, നല്ല അയൽക്കാർ, പരിചയക്കാരും ധാരാളം. എനിക്ക് ആഴ്ചയിലൊരിക്കൽ വന്നു പോകാവുന്ന ദൂരമല്ലേ ഉള്ളൂ. ആദ്യം അതുമായി പൊരുത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പിന്നീട് ഓർത്ത് അതിശയം വിചാരിച്ചിട്ടുണ്ട്. മനുഷ്യൻ എത്ര പെട്ടെന്നാണ് മാറുന്ന സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരുന്നത്. ജീവിതം വലിയ തിടുക്കമില്ലാതെ ഒഴുകുകയാണ്. കുഞ്ഞുങ്ങളെ നോക്കി ഫ്ലാറ്റിനുള്ളിൽ കഴിയുന്ന താൻ, ആഴ്ചയിലൊരിക്കൽ അതിഥിയെപ്പോലെ വരുന്ന ഹരിലാൽ, അതിനിടയിൽ മുടങ്ങിപ്പോകുന്ന വെള്ളം, കറന്റ്, TV തുടങ്ങിയ പ്രതിഭാസങ്ങൾ. ഒരു ദിവസം ഡോർബെൽ കേട്ട് ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ മുൻപിൽ ജോൺ സാമുവൽ. മുഖത്തൊരു കുസൃതിച്ചിരി. ആൾ കുറച്ചുകൂടി വെളുത്ത് തുടുത്തിരിക്കുന്നു. പഴയ അനിഷ്ടം മാഞ്ഞുപോയെന്നും ഇപ്പോൾ അതിശയമാണ് തോന്നുന്നതെന്നും ഓർത്തുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. ഞാൻ ജോൺ സാമുവൽ. എന്നെ മറന്നോ? ഇല്ല. മുകളിൽ ചെന്ന് നോക്കിയപ്പം ഫ്ലാറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു. ചേച്ചിയൊക്കെ എവിടെ പോയി? അങ്ങനെ ചോദിച്ചുകൊണ്ട് അനുവാദമില്ലാതെ തന്നെ അയാൾ അകത്തേക്ക് കടന്നു വന്നു. അധ്യായം 8. ജോൺ സാമുവൽ സോഫയിൽ ബാക്ക് പാക്ക് താഴ്ത്തിവെച്ച് അതിനരികിലായി ഇരുന്നു. ഇടത് കൈ ബാഗിൻ്റെ മീതെ വെച്ചു. ഹോ, ആശ്വാസമായി. അയാൾ ആത്മഗതം പോലെ പറഞ്ഞു, ഇവിടെ ഞാനും കുട്ടികളും മാത്രമേയുള്ളൂ. അതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നിട്ടും മനസ്സിലാകാത്ത മട്ടിൽ മറിച്ചൊരു ചോദ്യം. കുട്ടികളോ? ഒരാളല്ലേ ഉള്ളൂ, ഹരിതമോൾ. അല്ല, ഒരാളും കൂടിയുണ്ട്. അതാരാ? ഞാൻ അറിയാത്ത ഒരാൾ. എൻ്റെ ഇളയ മോൾ. ഇപ്പോൾ ഉറക്ക. ഓ, പിന്നെയും പ്രസവിച്ചു അല്ലേ? ടീനേജിൽ തന്നെ 2 ഡെലിവറി.
വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊക്കെ സംഭവിക്കും. ഒരു ചമ്മൽ വന്നത് മറയ്ക്കാൻ ശ്രമിച്ച് താൻ പറഞ്ഞു, എനിക്ക് ടീനേജ് ഒന്നുമല്ല, പ്രായം 23 കണ്ടാൽ അത്രയും തോന്നണ്ടേ? 2 പ്രസവം കഴിഞ്ഞിട്ടും +2 കാരിയുടെ ലുക്ക്, പിന്നെങ്ങനെ പറയാതിരിക്കും? ഹരിയേട്ടൻ ജോലിക്ക് പോയേക്കുവാ. ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു. ഇവിടില്ലെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് പറയണ്ട. ബാങ്ക് അവധിയില്ലാത്ത ദിവസമല്ലേ? ഇവിടല്ല ഇപ്പോൾ ജോലി, രാജസ്ഥാനിലാ. അങ്ങോട്ട് ട്രാൻസ്ഫറായി. ഇതിനിടയ്ക്ക് അതും സംഭവിച്ചോ? ഒരു കണക്കിൽ നന്നായി. അല്ലെങ്കിൽ ഉടനെ ഒന്നും കൂടി പ്രസവിക്കേണ്ടി വന്നേനെ. എൻ്റെ ചേച്ചിയെ കണ്ടുപഠിക്കണം. 1 ആണും പെണ്ണും എല്ലാം കൂടി ആകെ ഒരൊറ്റ എണ്ണം. പക്ഷേ ആ ഒരൊറ്റ എണ്ണത്തിനെ കൊണ്ട് സെലീന ചേച്ചി പെടുന്ന പാട് തനിക്കില്ലെന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്. വേണ്ടെന്ന് വെച്ചു. അങ്ങോട്ട് വല്ലതും പറഞ്ഞാൽ അയാൾ അതിൽ കയറിപ്പിടിച്ച് സംഭാഷണം നീട്ടിക്കൊണ്ടു പോകും. വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പം ഇങ്ങനെ ചുമ്മാ ഞെളിഞ്ഞു നിന്നാൽ മതിയോ? ഒരു ചായയെങ്കിലും കൊടുക്കണ്ടേ? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അന്യനാട്ടിലെ ഹോട്ടലിൽ കയറിയ വായ്ക്ക് രുചിയുള്ള ഭക്ഷണം വല്ലതും കിട്ടുമോ? ചേച്ചി വീട്ടിൽ കാണുമെന്ന് സമാധാനിച്ചാ പോന്നത്. വന്നു കയറിയപ്പോൾ ആടുമില്ല, ആടിൻ്റെ പൂടയുമില്ല. തിന്നാനൊന്നും ഇരിപ്പില്ലേ ഇവിടെ? എന്താണ് ചെയ്യേണ്ടതെന്ന് വേവലാതിയായി. തൻ്റെ ചിന്താക്കുഴപ്പം അയാൾക്ക് മനസ്സിലായി. സംഗതിയുണ്ട്, ഇയാൾക്ക് കൊടുക്കണോ വേണ്ടയോ എന്നൊരു സംശയം അല്ലേ? ഞാൻ അന്യനൊന്നുമല്ല. എന്തായാലും ചേച്ചി വരാതെ ഞാൻ ഇവിടുന്ന് പോണില്ല. നമ്മളൊക്കെ മലയാളികളല്ലേ മോളെ? ഒഴിഞ്ഞു പോവില്ലെന്ന് ഉറപ്പായി. ആദ്യം വെടുപ്പായിട്ട് ഒരു ചായ. അത് ഉണ്ടാക്കാൻ അറിയാമോ എന്ന് നോക്കട്ടെ. ഞാനത് കുടിച്ചു കഴിയുമ്പോഴേക്കും തണുത്തതൊക്കെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ചൂടാക്കിക്കോ. ആധികാരികമായിട്ടാണ് പറച്ചിൽ. സെലീന ചേച്ചിയാണ് അപ്പോൾ ഓർത്തത്. ചേച്ചിയുടെ ആങ്ങള. ചായ ഇട്ട് കൊടുത്തു. അത് രുചിച്ചിട്ട് ചായയിലേക്ക് നോക്കി അയാൾ പറഞ്ഞു, ഉഗ്രൻ ചായ. പക്ഷെ പഞ്ചസാര ഇടുമ്പോൾ അതിൽ ഉറുമ്പുണ്ടോയെന്ന് നോക്കണം. ചൂണ്ടുവിരൽ കൊണ്ട് ചായയിൽ തൊട്ട് എന്തിനെയോ തോണ്ടിയെടുത്തു. വിരൽ കുടഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, താൻ ചൂളിപ്പോയി. ചായയിൽ ഉറുമ്പുണ്ടായിരുന്നോ? അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല. അയാൾ പറഞ്ഞതുപോലെ അയാൾ ചായ കുടിച്ച സമയം ഫ്രിഡ്ജിലിരുന്ന കറികളെടുത്ത് ചൂടാക്കി. ചോറ് അത് വെച്ച പാത്രത്തിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതും ആവി കയറ്റി ചൂടാക്കിയെടുത്തു. എല്ലാം ഊണുമേശയിൽ കൊണ്ടുവച്ചിട്ട് വിളിച്ചു. ചോറെടുത്തു വെച്ചു. ഇതേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് വേണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിത്തരാം. ചപ്പാത്തി ഉണ്ടാക്കിക്കോ എന്ന് വെച്ച് ചോറ് വേണ്ടെന്നല്ല, അത് ഉണ്ടു തീരുമ്പോഴേക്കും മതി. ഒരു ചിരി ഊറി വന്നു മനസ്സിൽ. ഇയാൾ ആളു കൊള്ളാമല്ലോ. ആഹാരപ്രിയനാണോ? ജോൺ സാമുവലിനെ ചോറുണ്ണാൻ വിട്ടിട്ട് താൻ ചപ്പാത്തി ഉണ്ടാക്കാൻ കിച്ചണിൽ കയറി. അത് 4 or 5 ഉണ്ടാക്കിയെന്നാണ് ഓർമ്മ. അനിതേ, നീ ഒരു ക്രിസ്ത്യാനി പെണ്ണാണെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യായി. അതെങ്ങനെ? അറിയാതെ ചോദിച്ചു പോയി. അതെ, ഈ ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ കറി വെച്ചാലുണ്ടല്ലോ, അതിന് വേറൊരു രുചിയാ. മറ്റുള്ളവർ വയ്ക്കുന്ന കറിയൊക്കെ മോശമാണെന്നാണോ? അങ്ങനല്ല പറഞ്ഞത്. എല്ലാ ജാതിക്കാർക്കുമുണ്ട് അവരുടേതായ ഒരു റിലീജിയണൽ ഫുഡ് കൾച്ചർ. എല്ലാം നല്ലതു തന്നെയാ. എൻ്റെ ചേച്ചിയുടെ റെസിപ്പി ഇതിനകത്ത് കയറി കൂടിയിട്ടുണ്ടല്ലോ, ഇല്ലേ മോളെ? അത് സത്യമായിരുന്നു. ചില കറികളൊക്കെ വയ്ക്കാൻ പഠിപ്പിച്ചു തന്നത് സെലീന ചേച്ചിയാണ്. എന്നെ എന്തിനാ മോളേന്ന് വിളിക്കുന്നേ? ഞാൻ തന്നെ 2 മോളുമാരുടെ അമ്മയാ. പേര് വിളിക്കാലോ. മുഖത്തോട്ട് നോക്കിയാ അങ്ങനെ തോന്നണ്ടേ? ലുക്ക് +2 കാരിയുടേതല്ലേ? 17ാമത്തെ വയസ്സിൽ വളർച്ച നിന്നുപോയി അല്ലേ? ഇയാളോട് എന്താ പറയേണ്ടത്? ചോറും കറികളും ചപ്പാത്തിയുമെല്ലാം കഴിച്ചു തീർക്കുകയാണ്. ആർത്തിയോ അരോചകത്വമോ ഒന്നുമില്ല. രുചിയറിഞ്ഞ് ആസ്വദിച്ചാണ് കഴിക്കുന്നതെന്ന് കണ്ടാലറിയാം. എഴുന്നേറ്റ് കൈ കഴുകി ടവലിൽ കൈ തുടച്ച് ഏമ്പക്കം വിട്ടുകൊണ്ട് പറഞ്ഞു, സദ്യ ഉണ്ട പോലെയായി. ഉള്ള സത്യം പറയാലോ, എൻ്റെ ചേച്ചിയെക്കാളും ബെസ്റ്റാ. അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം. ഇതിനിടയിൽ നീതമോൾ ഉണർന്നു കരഞ്ഞു. ബെഡ്റൂമിൽ കയറി അവളെ എടുത്ത് മടിയിൽ വെച്ച് ആശ്വസിപ്പിച്ചു. മുലപ്പാലിനു വേണ്ടി അവൾ കൈകാലിട്ടടിച്ച് ചിണുങ്ങി. പാൽ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉഷാറായി. ഇനി കളിക്കണം. ജോൺ സാമുവലിൻ്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല. അയാൾ പോയോ എന്ന് നോക്കാൻ വേണ്ടി മോളെയും കൊണ്ട് ലിവിംഗ് റൂമിലേക്ക് വന്നു. മാസിക മറിച്ചു നോക്കിക്കൊണ്ട് സോഫയിലിരിപ്പുണ്ട ആൾ. ഇവളാണോ പുതിയ വിരുന്നുകാരി? ജോൺ സാമുവൽ എഴുന്നേറ്റ് നിന്നു. ഇങ്ങടുത്തു വാ, ഞാൻ ആദ്യം കാണുമല്ലേ. കുഞ്ഞിനെയും കൊണ്ട് അടുത്തേക്ക് ചെന്നു. നീതമോൾ സംശയിച്ച് അയാളെ നോക്കുകയാണ്. ജോൺ സാമുവൽ വലതുകൈ നീട്ടി. ഐ ആം ജോൺ സാമുവൽ, ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഫ്രം കേരള. പ്രൊഫഷൻ സ്കൂൾ ടീച്ചർ. വലിയ ആൾക്കാരോടെന്ന പോലെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഒരു ഷേക്ക് ഹാൻഡ് താടോ. ഇയാളെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ.
ഇയാളോട് അടുക്കണോ വേണ്ടയോ എന്ന സംശയത്തിലായിരുന്നു നീതമോൾ. അയാൾ 2 കൈയും അവളുടെ നേർക്ക് നീട്ടി. ഞാനൊരു മലയാളി ചെക്കനാടി. നമ്മൾ മലയാളികൾ അന്യനാട്ടിൽ വെച്ച് കണ്ടുമുട്ടുമ്പം ഇത്ര സൂക്ഷിച്ചു നോക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങുവാ. നീതമോൾ തന്നെ നോക്കി. പോണോ വേണ്ടയോ? ഇയാളെ അമ്മയ്ക്ക് നല്ല പരിചയമുണ്ടോ? കുഴപ്പക്കാരനാണോ? താൻ പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സമാധാനമായി. ഇങ്ങു വന്നേടി ചക്കരെ, ബാ ഇങ്ങോട്ട് വായോ. വീണ്ടും അയാൾ 2 കൈയും നീട്ടിയപ്പോൾ അവൾ തെല്ലു സംശയത്തോടെ അയാളുടെ കയ്യിലേക്ക് ചെന്നു. ഏതാനും നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ അയാൾക്കവളെ വശത്താക്കാൻ. നീതമോൾ അയാളുടെ മടിയിലിരുന്ന് കൊഞ്ചിച്ചിരിക്കുകയും ചെവിയിലും മീശയിലും മൂക്കിലും പിടിച്ച് വലിക്കുകയും അക്ഷരസ്ഫുടതയില്ലാതെ എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടാണ് താൻ കിച്ചണിലേക്ക് പിൻവലിഞ്ഞത്. പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ കുഞ്ഞിനോട് പറയുന്നത് കേട്ടു. അയ്യോടി ചക്കരക്കുട്ടി, പണി പറ്റിച്ചല്ലോ. താൻ ചെന്ന് നോക്കുമ്പോൾ നീതമോൾ അയാളുടെ മടിയിൽ തന്നെ ഇരിപ്പുണ്ട്. ജോൺ സാമുവലിൻ്റെ പാൻസ് നനഞ്ഞു കുതിർന്നിരിക്കുന്നു. താൻ അന്തം വിട്ടു. അയ്യോ സോറി കേട്ടോ, ഇങ്ങ് തന്നേക്ക്. കഷ്ടം. സാരമില്ലെന്നേ, ഇവളെന്നെ സ്നേഹിച്ചതല്ലേ. പോയിക്കോ, ചെയ്തുകൊണ്ടിരുന്ന ജോലി തീർക്ക്. പാൻസ് മുഴുവൻ വൃത്തികേടായില്ലേ? സോറി. സാരമില്ലെന്ന് പറഞ്ഞില്ലേ മോളെ? ഹരിലാലാണെങ്കിൽ അല്പം ദേഷ്യത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞേനെ. എടി, ഇതിനെ എടുത്തോണ്ട് പോ. ദേ എൻ്റെ മുണ്ട് മുഴുവൻ വൃത്തികേടാക്കി. കുഞ്ഞിനെ തരുമ്പം അതിനെ മൂത്രമൊഴിപ്പിച്ചു വേണ്ടേ തരാൻ? എത്ര തവണ പറയണം? എന്തോ അശുദ്ധ വസ്തുവിനെ എന്ന പോലെ കുഞ്ഞിനെ നീട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറച്ചിൽ. സ്വന്തം മോളാണെന്നതുകൂടി മറന്ന മട്ടിൽ ഇവിടെ ഒരന്യപുരുഷൻ. അതൊന്നും വകവയ്ക്കാതെ വീണ്ടും കുഞ്ഞിനെ മടിയിൽ വെച്ച് കൊഞ്ചിക്കുന്നു. അതായിരുന്നു താരതമ്യ പരിശോധനയുടെ തുടക്കം. പിന്നീട് എത്രയോ 1000 തവണ വിഭിന്നങ്ങളായ ജീവിത മുഹൂർത്തങ്ങളിൽ 2 പേരുടെയും പ്രതികരണങ്ങളെടുത്ത് 2 തട്ടുകളിലാക്കി വെച്ച് നോക്കിയിട്ടുണ്ട്. ജോൺ സാമുവലിൻ്റെ തട്ടിനായിരുന്നു തൂക്കക്കൂടുതൽ. അന്നത്തെ ചിന്താശേഷിയുടെ വലിപ്പം അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തുപോയിരുന്ന സെലീന ചേച്ചിയും കുടുംബവും തിരിച്ചെത്തി. ജോപോളിന് കൂട്ടായി അവർ ഹരിതമോളെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെയും മടിയിൽ വെച്ച് ജോൺ സാമുവൽ ഇരിക്കുന്നത് കണ്ട് സെലീന ചേച്ചി ആശ്ചര്യസ്തബ്ധയായി. എടാ, നീ എപ്പോൾ വന്നു? എന്താ ഇവിടെ വന്നിരിക്കുന്നേ? കൊള്ളാം, ഞാൻ വന്നു നോക്കിയപ്പോൾ ഫ്ലാറ്റ് പൂട്ടിക്കിടക്കുന്നു. ഈ പെങ്കൊച്ച് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവളെനിക്ക് ചോറും കറിയും ചപ്പാത്തിയുമൊക്കെ ഉണ്ടാക്കി തന്നു. ദുഷ്ട, നീ ഇവളെ ബുദ്ധിമുട്ടിച്ചോ? ഇതൊരു ചെറിയ തുടക്കം മാത്രമല്ലേ ചേച്ചി, ബുദ്ധിമുട്ടിക്കാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ചിരിച്ചുകൊണ്ട് തമാശ മട്ടിലാണ് ജോൺ സാമുവൽ പറഞ്ഞത്. അത് പിന്നീട് അറം പറ്റിയതുപോലെയായി. സെലീന ചേച്ചിയോടൊപ്പം ജോൺ സാമുവൽ അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി. അയാളോട് മുൻപൊരിക്കൽ തോന്നിയ അനിഷ്ടം അപ്പോഴേക്കും മാഞ്ഞു കഴിഞ്ഞിരുന്നു. പിന്നീട് സെലീന ചേച്ചിയാണ് പറഞ്ഞത്, ജോൺസിനി ഞങ്ങളുടെ കൂടെയാ. അവന് ഞാൻ സെൻറ്റ് ജോസഫ്സിൽ ജോലി ശരിയാക്കി. ഭോപ്പാലിൽ ഒറ്റയ്ക്ക് താമസിച്ച് വിഷമിക്കണ്ടല്ലോ. അത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. ഈ ബുദ്ധി എന്താ നേരത്തെ തോന്നാതിരുന്നേ? തോന്നാഞ്ഞിട്ടാണോ സെൻറ്റ് ജോസഫ്സിൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. കുറേ കാലമായിട്ട് ഞാൻ അവനു വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതാ. ഇപ്പോൾ ഒരു വേക്കൻസി വന്നതും ഞാനതിൽ പിടിമുറുക്കി. അല്ലെങ്കിൽ കിട്ടുമോ മോളെ? ഹൈ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിലേ സെൻറ്റ് ജോസഫ്സിലൊരു അവസരം കിട്ടൂ. ഇനിയിപ്പോൾ ചേച്ചിക്കൊരു കൂട്ടായല്ലോ. എനിക്കല്ല മോളെ, ജോ പോളിന്. അവനിപ്പം എല്ലാറ്റിനും അങ്കിളും മാത്രം മതി. ഞങ്ങളെ വേണ്ട. കുട്ടികൾ പെട്ടെന്ന് ഇണങ്ങിച്ചേരും അല്ലേ? അവനവരെ കൊഞ്ചിക്കാനറിയാം. അത് സത്യമായിരുന്നു. ഹരിതമോൾ വേഗം ജോൺ സാമുവലുമായി ചങ്ങാത്തത്തിലായി. നീതമോളാണെങ്കിൽ അയാളെ കണ്ടാലുടൻ 2 കൈയും നീട്ടിക്കൊണ്ട് വേച്ചു ചെല്ലും. ദിവസത്തിൽ 1 തവണയെങ്കിലും ഫ്ലാറ്റിൽ കയറി വന്ന് കുട്ടികളെ ലാളിക്കാതെ പോവില്ല. ഒരു ദിവസം ഇത്തിരി ദേഷ്യത്തിൽ തന്നോട് പറഞ്ഞു, ഇതെന്തോന്നാ ഈ ഇട്ടിരിക്കുന്നേ? ഈ നൈറ്റിന്ന് പറയുന്ന സാധനം കഴുത്തിൽ കൂടി കടത്തി താഴോട്ടിട്ട് കഴിഞ്ഞ ആയിന്നാണ് വിചാരം. ഇതിനേക്കാൾ ഭേദം ഒന്നും ഇടാതെ നടക്കുന്നതാ. ഒരു മിനിമം സൗന്ദര്യബോധം വേണ്ടേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, വലിയ ചണച്ചാക്ക് കിട്ടും. ഇവിടെ പഞ്ചസാരയും ഗോതമ്പുമൊക്കെ അതിലാ വരുന്നേ. അത് 2 എണ്ണം തുന്നിച്ചേർത്ത് ഇട്ടോണ്ട് നടക്കുക. തൻ ചൂളി നിൽക്കുകയാണ്. കഷ്ടമാണ് കേട്ടോ. ദൈവം കാണാൻ ഭംഗിയുള്ള ഒരു മുഖവും ഒതുക്കമുള്ള ഒരു ശരീരവും തന്നിട്ടുണ്ട്. വേഷം കൊണ്ട് അതെങ്ങനെ വിരൂപമാക്കാം എന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണോ? ഞാൻ ഇനി എന്ത് സൗന്ദര്യം നോക്കാനാ? 2 മക്കളുടെ അമ്മയായി. ഇതാ ഈ ക്രിസ്ത്യാനി പെണ്ണുങ്ങളുടെയെല്ലാം കുഴപ്പം. 2-3 പ്രസവം കഴിഞ്ഞാൽ പിന്നെ തിന്നുകൊഴുത്ത് ശീമപ്പോർക്കുമാതിരി നടക്കണം. അവനവൻ്റെ ശരീരത്തെപ്പറ്റി ഒരു ചിന്തയുമില്ല. അവസാനം മുട്ടുവേദന, നടുവേദന, ബ്രസ്റ്റ് ക്യാൻസർ
എന്നുവേണ്ട സകല രോഗങ്ങളുടെയും കളിക്കളമാകും ശരീരം. ഒന്ന് മനസ്സ് വെച്ചാൽ ഇതുപോലെ കൊണ്ടു നടക്കാൻ വയ്യേ? 190 കിലോ തൂക്കമുള്ളവർക്ക് ചേരുന്ന കുപ്പായം തയ്പ്പിച്ചിട്ട് ആ കുപ്പായത്തിന് പാകത്തിൽ വണ്ണം കൂട്ടാൻ നോക്കുവല്ല വേണ്ടത്. അവനവൻ്റെ ശരീരഭംഗിക്ക് ഇണങ്ങുന്ന അളവിൽ ഇതൊക്കെ തുന്നിച്ചെടുക്കണം. എന്നിട്ട് അതിനകത്ത് ഒതുങ്ങി നിൽക്കാൻ ശീലിക്കണം. തയ്യൽ പൊട്ടിച്ച് ശരീരം പുറത്തു ചാടാതെ നോക്കണം. മനസ്സിലായോ? അപ്പോഴാണ് സ്വയം ഒന്ന് വിശകലനം ചെയ്തത്. ജോൺ സാമുവൽ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. വേഷത്തിലൊന്നും വലിയ ശ്രദ്ധയില്ല. പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഭംഗിയുള്ള ചുരിദാർ എടുത്തു ധരിക്കും. ഫ്ലാറ്റിനുള്ളിലായിരിക്കുമ്പോൾ മിക്കപ്പോഴും നൈറ്റ് തന്നെ. നിങ്ങൾ പെണ്ണുങ്ങൾ ശരീരം ഭംഗിയായി കൊണ്ടു നടന്നില്ലെങ്കിൽ നിങ്ങളുടെ ആണുങ്ങൾ വേറെ ഭംഗിയുള്ള പെണ്ണുങ്ങളെ കാണുമ്പം കണ്ണെടുക്കാതെ നോക്കും. ജോൺ സാമുവൽ നെഞ്ചിലിരുന്ന് പുകയാൻ ഒരു തീപ്പൊരി കൂടി ഇട്ടു തന്നു. ഹരിലാൽ അങ്ങനെ ആരെയെങ്കിലും നോക്കുന്നത് സങ്കല്പിച്ചപ്പോൾ മനസ്സിലൊരു പുകച്ചിൽ. ആഴ്ച മധ്യത്തിലുള്ള ഒഴിവു ദിനങ്ങളിൽ സെലീന ചേച്ചി എന്തെങ്കിലും വിശിഷ്ട വിഭവങ്ങളുണ്ടാക്കും. താൻ കുട്ടികളെയും കൊണ്ട് അവരുടെ ഫ്ലാറ്റിലേക്ക് ചെന്ന് സഹകരിക്കും. അപ്പോഴൊക്കെ അവിടെ നിന്നുമാണ് ഭക്ഷണം. ജോൺ സാമുവൽ കുട്ടികളോടൊത്ത് കെട്ടിമറിയും. ഇടയ്ക്കിടെ ചില തമാശകൾ പൊട്ടിച്ച് ചിരിപ്പിച്ച് കണ്ണു നിറയ്ക്കും. ഹരിലാലാണെങ്കിൽ ജയ് സാൽമറിൽ നിന്ന് കാൺപൂരിലേക്കുള്ള വരവ് 2 ആഴ്ചയിൽ ഒരിക്കലാക്കി. ഞാൻ എല്ലാ വീക്കെൻഡിലും വന്നിട്ട് എന്തു ചെയ്യാനാ? യാത്രാ ദുരിതം നീ വിചാരിക്കുന്ന പോലെയല്ല. 1100 കിലോമീറ്റർ ദൂരം. പലപ്പോഴും ശനിയാഴ്ച ലീവാക്കിയിട്ടാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ട്രെയിനിൽ കയറുന്നേ. ഇവിടെത്തുമ്പോൾ നേരം വെളുക്കും. എന്നിട്ട് സൺഡേ ഉച്ചയ്ക്ക് തിരിച്ചു കയറണം. ഹരിലാൽ അല്പം മടുപ്പോടെയാണ് പറഞ്ഞത്. എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരുന്നതല്ലേ? നീതമോളെ ഗർഭിണിയായിരുന്നപ്പോഴല്ലേ? അപ്പോൾ ഞാൻ വരേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമൊന്നുമില്ലല്ലോ. കുട്ടികൾ 2 പേരും പറഞ്ഞാൽ അനുസരിക്കാറായി. പിന്നെ നിനക്കിവിടെ എല്ലാവരുമായും പരിചയമായല്ലോ. ആകെ ഒരു തണുപ്പൻ മട്ട്. തന്നെയും കുഞ്ഞുങ്ങളെയും കാണാനുള്ള ഉത്സാഹം കുറഞ്ഞ പോലെ. മുൻപ് ഇങ്ങനെയായിരുന്നില്ല. കാണാൻ ആർത്തിപ്പുണ്ട് വീർപ്പിടക്കി പിടിച്ചാണ് എത്തുന്നത്. മക്കളെ 2 പേരെയും എടുത്ത് നെഞ്ചത്തും മടിയിലും കിടത്തി കുറേ നേരം ലാളിച്ചുകൊണ്ടിരിക്കും. താൻ അവരെപ്പറ്റി പറയുന്ന വീരസാഹസ കഥകൾ മുഴുവൻ മൂളി കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫോണിൽ കൂടി പറഞ്ഞാൽ മതിയെന്നായിട്ടുണ്ട്. തന്നോട് വേണ്ടത്ര പരിഗണനയില്ലാത്ത പോലെ. സ്നേഹം കുറഞ്ഞുപോയോ? ശനിയാഴ്ച വൈകുന്നേരം ജോൺ സാമുവൽ ചോദിച്ചു. പള്ളി പോയിട്ട് എത്ര നാളായി? ഓർക്കുന്നില്ല. ക്രിസ്ത്യാനിയല്ലേ? വല്ലപ്പോഴുമെങ്കിലും ഒന്ന് പോകണ്ടേ? കല്യാണം കഴിഞ്ഞ ശേഷം പോയിട്ടില്ല. ഹരിയേട്ടന് ഇഷ്ടാവോന്ന് അറിയില്ല. പള്ളി പോകുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. ഹിന്ദുവിനെ കല്യാണം കഴിച്ചതുകൊണ്ട് പള്ളി പോകാതിരിക്കണമെന്നില്ല. അമ്പലത്തിലും പോകാം. ദൈവവിശ്വാസത്തിൻ്റെ ഏരിയ ഇരട്ടിയായെന്ന് വിചാരിച്ചാൽ മതി. ദൈവവിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ലല്ലോ? ഇല്ല. എന്നവാ ഞങ്ങളുടെ കൂടെ? നാളെ സൺഡേ അല്ലേ? താൻ സംശയിച്ചു നിൽക്കുന്നത് കണ്ട് അടുത്ത ചോദ്യം. എന്താ ഞങ്ങളുടെ കൂടെ വരാൻ മടിയാണോ? അല്ല, ഹരിയേട്ടനോട് ചോദിക്കണം. ഹരിയേട്ടനെ വിളിച്ച് ചോദിച്ചു. നാളെ സെലീന ചേച്ചിയുടെ കൂടെ പള്ളിയിലൊന്ന് പോയിക്കോട്ടെ. എന്താ പെട്ടെന്നൊരു മതവിശ്വാസം? വിശ്വാസം വേണ്ടെന്ന് വെച്ചിട്ടില്ലല്ലോ. അല്ല, ഇത്രയും കാലം നീ ഇങ്ങനൊരാവശ്യം പറഞ്ഞിട്ടില്ല. ഹരിയേട്ടന് ഇഷ്ടമല്ലെങ്കിൽ പോകുന്നില്ല. പൊയ്ക്കോ, ഞാൻ എന്തിനാ തടയുന്നേ? ബെന്നിച്ചായൻ, സെലീന ചേച്ചി, ജോൺ സാമുവൽ, ജോ പോൾ, താൻ, ഹരിതമോൾ, നീതമോൾ. കുറച്ച് ദൂരമേയുള്ളൂ പള്ളിയിലേക്ക്. നടന്നിട്ടാണ് പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും നീതമോളെ തോളിലേറ്റ് നടന്നത് ജോൺ സാമുവലായിരുന്നു. പിന്നീട് ഹരിലാൽ വീട്ടിൽ വരാത്ത വാരാന്ത്യങ്ങളിൽ സെലീന ചേച്ചിയോടൊപ്പം കുട്ടികളെയും കൂട്ടി പള്ളിയിൽ പോകുന്നത് പതിവാക്കി. ഒരു ദിവസം ജോൺ സാമുവൽ ചോദിച്ചു. എടോ, തനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലേ? അറിയാം. എന്നാൽ പിന്നെന്താ സാരി ഉടുക്കാത്തെ? ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. കാണാൻ അഴകുള്ള പെൺകുട്ടികൾ സാരി ഉടുക്കുമ്പം ബ്യൂട്ടി ഇരട്ടിയാകും. അടുത്ത ഞായറാഴ്ച സാരി ധരിച്ചുകൊണ്ടാണ് അവരോടൊപ്പം പള്ളിയിൽ പോയത്. പിന്നീട് പള്ളിയിലേക്ക് പോകുമ്പോഴെല്ലാം സാരി തന്നെ ധരിച്ചു. അതിലൊരു ഗൂഢസന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ സാരി ഉടുക്കുമ്പോൾ മനസാക്ഷിയുടെ ഒരു ചോദ്യം ചിലപ്പോഴെങ്കിലും പൊന്തി വരും. ഇത് ആർക്കു വേണ്ടിയാണ്? അപ്പോൾ സ്വയം ഒരു ഉത്തരം കണ്ടുപിടിക്കും. സാരി ഉടുക്കുന്നത് ആർക്കു വേണ്ടിയാണ്? അവനവനു വേണ്ടി തന്നെ. സാരി ഉടുക്കുമ്പോൾ ഭംഗി കൂടുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അതിലെന്താണ് തെറ്റ്? ഞായറാഴ്ചകൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നതോ? അപ്പോഴും ഉത്തരം റെഡിയാണ്. പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും. ബെന്നിച്ചായനും സെലീന ചേച്ചിയും വരാത്ത ഞായറാഴ്ചകളിൽ പോലും ജോൺ സാമുവലിനൊപ്പം പള്ളിയിൽ പോകാൻ ഉത്സാഹമായിരുന്നു. ജോൺ സാമുവലിനൊപ്പം അങ്ങനെ പള്ളിയിൽ പോകുന്നതിൽ
തെറ്റൊന്നുമില്ലെന്നായിരുന്നു വിചാരം. എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ സെലീന ചേച്ചി തീർച്ചയായും അരുത് എന്ന് പറയുമായിരുന്നല്ലോ. പകരം പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. നിങ്ങൾ പോയിട്ട് വാ ഹരിതമോളെ, ഞാൻ നോക്കിക്കോളാം. കുർബാന മുടക്കണ്ട. എനിക്ക് വരാൻ പറ്റുമെങ്കിൽ ഞാനും വന്നേനെ. ജോൺ സാമുവൽ നീതമോളെ എടുത്തുകൊണ്ട് നടക്കും. ഒപ്പം നടക്കുന്നതിനിടയിൽ ഒരു തവണ ജോൺ സാമുവൽ ചോദിച്ചു, പരിചയമില്ലാത്ത ആരെങ്കിലും നമ്മളെ ഇപ്പോൾ കണ്ട നീ എൻ്റെ ഭാര്യയും ഇവൾ നമ്മുടെ കുഞ്ഞുമാണെന്ന് വിചാരിക്കും അല്ലേ? എന്നിട്ട് കുസൃതി കണ്ടിട്ടുള്ള നോട്ടവും. മനസ്സിനുള്ളിൽ എവിടെയോ ഒരു പൂത്തിരി കത്തി അണഞ്ഞു. അത് മറച്ചുവെച്ച് പറഞ്ഞു, അത് വലിയ കണ്ടുപിടുത്തമായി പോയല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ വിചാരിക്കില്ലേ? വിചാരിച്ചോട്ടെ, നമുക്കെന്താ? ഒന്നുമില്ലേ? ചമ്മലോ ദേഷ്യമോ ഒന്നും. ആളുകൾ അങ്ങനെ വിചാരിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അല്പം കഴിഞ്ഞ് ആത്മഗതം പോലെ പറയുന്നത് കേൾക്കായി. ശരിക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു തലയിലെഴുത്ത് വേണം. അപ്പോൾ ഒരു വേവലാതി തോന്നി. തമാശ പറഞ്ഞതാണോ? അതോ മനസ്സിൽ അങ്ങനെയൊരു കൊതി തോന്നിയിട്ട് പറഞ്ഞതാണോ? പള്ളിയിൽ ചെന്ന് കയറിയിട്ടും ആ സംശയം അലിഞ്ഞു തീർന്നില്ല. അങ്ങനെ നിഗൂഢമായ ഒരാഗ്രഹം ആ മനസ്സിലുണ്ടെങ്കിൽ പോലും ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. തൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്നരിച്ചു പെറുക്കി നോക്കി. ഒന്നുമില്ല. കാണുന്നത് ഇഷ്ടമാണ്, സംസാരിക്കുന്നത് ഇഷ്ടമാണ്. അയാൾ തൻ്റെ കുട്ടികളെ ലാളിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദത്തിൽ ലീനയായി സ്വയം മറന്നു നിന്ന് പോകാറുണ്ട്. അയാളെ സൽക്കരിക്കാൻ ഇഷ്ടമാണ്. വൈകുന്നേരം സ്കൂളിലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തൻ്റെ ഫ്ലാറ്റിൽ കയറി കുട്ടികളെ കണ്ട് കൊഞ്ചിച്ച ശേഷമേ സെലീന ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഒരു കാപ്പി കൊടുക്കാൻ പാകത്തിൽ താൻ പാൽ തിളപ്പിച്ച് വച്ചിരിക്കും. ബിസ്ക്കറ്റോ പഴം പോളിയോ എന്തെങ്കിലും ഒന്ന് തിന്നാനും കൊടുക്കും. അതൊക്കെ ഒരു സന്തോഷമാണ്. ഒരു തവണ കാപ്പി രുചിച്ചു നോക്കിയിട്ട് ജോൺസ് ചോദിച്ചു, എന്നെയും ഈ കുഞ്ഞുങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയോ? എന്താ അങ്ങനെ ചോദിച്ചേ? കോഫിക്ക് ഒരു രുചി വ്യത്യാസം. ഹോർലിക്സ് ചേർത്തിരിക്കുന്നു. അതിഷ്ടമല്ലേ? പിന്നെ വളരെ വളരെ ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഹോർലിക്സ് കോഫി തന്നെ തന്നോളൂ. അങ്ങനെ കൊടുത്തതിൽ എന്താണ് തെറ്റ്? മനസാക്ഷിയോട് സ്വയം ന്യായീകരിച്ചു. കുട്ടികൾക്ക് കൊടുക്കാൻ വാങ്ങിവെച്ചിരിക്കുന്ന ഹോർലിക്സ് എടുത്ത് അയാൾക്ക് കൊടുക്കണമായിരുന്നോ എന്ന് മനസാക്ഷി സംശയിച്ചതുകൊണ്ടാണ് അങ്ങനെയൊരു ന്യായീകരണം വേണ്ടി വന്നത്. ഒരു ടേബിൾ സ്പൂൺ ഹോർലിക്സിനെക്കുറിച്ച് ഇത്രയേറെ ചുഴിഞ്ഞു ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? തനിക്കൊരു സഹായത്തിന് ജോൺസിനെയാണ് മിക്കപ്പോഴും ആശ്രയിക്കേണ്ടി വരിക. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തരാൻ, മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ, ബാങ്കിൽ പോയി ചെക്ക് മാറാൻ, BSNLന്റെ ഓഫീസിൽ പോയി ബില്ലടയ്ക്കാൻ, മോൾക്കൊരു ജലദോഷം വന്നാൽ പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ. അങ്ങനെ എന്തിനും ഏതിനും സഹായിക്കുന്ന ആൾക്ക് തിരിച്ചും എന്തെങ്കിലും കൊടുക്കണ്ടേ? ജോൺസിനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഹരിലാലിനോടാണെങ്കിൽ 100 വട്ടം പറയണം. സെലീന ചേച്ചി ജോൺസ് എന്ന് ചുരുക്കി വിളിക്കുന്നത് കേട്ട് താനും വിളി അങ്ങനെയാക്കിയിരിക്കുന്നു. ചിലപ്പോൾ കുട്ടികളെ സെലീന ചേച്ചിയുടെ ഫ്ലാറ്റിൽ വിട്ടിട്ട് ബെന്നിച്ചായൻ്റെ സ്കൂട്ടറിൽ താനും ജോൺസും മാർക്കറ്റിൽ പോയ സന്ദർഭങ്ങളുണ്ട്. കാൺപൂരിൽ അതൊന്നും ഒരു ചിന്താ വിഷയമേ അല്ല. സെലീന ചേച്ചിയാണ് തങ്ങളെ രണ്ടുപേരെയും കൂടി അയക്കുക. അവരും അതിലൊന്നും ഒരപാകതയും കാണുന്നില്ല. തൻ്റെ കുടുംബത്തിലെ ഒരംഗത്തെപ്പോലെയാണ് ജോൺസ്. ഹരിലാൽ മാസത്തിൽ 2 തവണ വീട്ടിൽ വരുന്ന സന്ദർശകൻ മാത്രമായി. അപ്പോൾ ആരെങ്കിലും വേണ്ടേ ഒരത്യാവശ്യ സഹായത്തിന്? ഒളിച്ചും മറച്ചും ഒന്നും ചെയ്യുന്നില്ല താൻ. ഫ്ലാറ്റിലെ എല്ലാ വിശേഷങ്ങളും ഹരിലാലിനെ ഫോൺ ചെയ്ത് അറിയിക്കുന്നുണ്ട്. തൻ്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും. മോളെ ഒരു ഉറുമ്പ് കടിച്ചാൽ അതുപോലും. നീ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നേ? ആരെയും അധികം ആശ്രയിക്കാതിരിക്കുന്നതാ നല്ലത്. ഹരിലാൽ നീരസത്തിൽ പറയും. 2 കുട്ടികളെ നോക്കണ്ടേ ഹരിയേട്ടാ? 2ഉം ഭയങ്കര കുസൃതികൾ. എനിക്കെല്ലാറ്റിനും കൂടി എവിടെ സമയം? ഈ സെലീന ചേച്ചിയും ജോൺ സാമുവലും ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അതിനിപ്പോൾ എന്തു പറ്റി? അവർക്കൊരു ബുദ്ധിമുട്ടാകരുതെന്നാ പറഞ്ഞത്. അതെനിക്കറിഞ്ഞൂടെ? അവർക്കൊരു ഇഷ്ടക്കേട് തോന്നിയാ എനിക്കറിയാലോ. ഇതിപ്പോൾ നമ്മുടെ കുട്ടികളോട് അവർക്ക് എന്തിഷ്ടമാ? നീതമോളെ താഴെ വെക്കില്ല. പെണ്ണുങ്ങൾ 3 തരമുണ്ട്. ബുദ്ധിയുള്ളവര്, ബുദ്ധി കുറഞ്ഞവര്, വെറും പൊട്ടികള്. നീ ഇതിൽ ഏതാ? എനിക്കറിയില്ല. ഹരിയേട്ടനല്ലേ എല്ലാം അറിയാവുന്നേ. നമുക്ക് വേറെ വല്ല വിഷയവും സംസാരിക്കാം. ഹരിയേട്ടൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇതിനിടയിൽ ജോൺസ് വേറെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ ഡിഗ്രിയുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ കയറിപ്പറ്റണമെന്നാണ് ആഗ്രഹം. ഒരു തവണ ഇൻ്റർവ്യൂവിന് കേരളത്തിലേക്ക് പോയി. അപ്പോൾ തോന്നിയ ഒരു വിഷമം. അതോടെ ഒരു കാര്യം മനസ്സിലായി.
ജോൺസിന്റെ സാന്നിധ്യം തന്നിൽ എന്തൊക്കെയോ ശൂന്യതകളെ നിറയ്ക്കുന്നുണ്ട്. കാണാതിരുന്നിട്ട് എന്തൊരു പാരവശ്യം. കുട്ടികൾക്ക് അതിനേക്കാൾ വിഷമം. അങ്കിളെ അങ്കിളെ എന്ന് വിളിച്ച് സെലീന ചേച്ചിയുടെ വാതിലിൽ ചെന്ന് തട്ടും. അങ്കിൾ എവിടെ പോയതാ അമ്മേ? ഹരിതമോൾ സങ്കടത്തിൽ ചോദിക്കുന്നത് കേട്ട് നീതമോളും ആ ചോദ്യം ആവർത്തിക്കും. അങ്കിൾ വരും. ഇന്നോ നാളെയോ വരാതിരിക്കില്ല. താൻ അവരെ ആശ്വസിപ്പിക്കുകയാണോ ആശ്വാസം കൊള്ളുകയാണോ ചെയ്തിരുന്നത്? സെലീന ചേച്ചി മറ്റൊന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവനു വേണ്ടി പ്രാർത്ഥിക്കണേ മോളെ. എന്തുമാത്രം പഠിച്ചതാ അവൻ. MA MPhil പഠിച്ച് പ്രായം ചെന്നതുപോലും അവൻ അറിഞ്ഞില്ല. 27 വയസ്സ്. എവിടെയെങ്കിലും ഒരു ജോലി ഉറപ്പിച്ചിട്ട് വേണ്ടേ കല്യാണം കഴിക്കാൻ? ഇതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചേക്കണേ. താൻ എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? ജോൺസിന് ജോലി കിട്ടണമെന്നോ കിട്ടരുതെന്നോ? സെലീന ചേച്ചിയുടെ ഫ്ലാറ്റിൽ നിന്ന് പോകാനിടവരില്ലേ എന്നായിരുന്നില്ലേ? വലിയ നിരാശയിലാണ് ഹരിയേട്ടനോട് ഫോണിൽ വിളിച്ചു പറഞ്ഞത്. ജോൺസ് പോയി ഹരിയേട്ട. പിള്ളേർക്ക് വലിയ സങ്കട. കളിയും ചിരിയും ഒന്നുമില്ല. ഉറക്കം തൂങ്ങിയ പോലിരിക്കുന്നു. അതെന്തുകൊണ്ടാ? ആവശ്യത്തിൽ കൂടുതൽ അടുപ്പിക്കുകയും ആശ്രയിക്കുകയും ചെയ്തതുകൊണ്ട്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ദേഷ്യമാണ് ഹരിയേട്ടനോട് തോന്നിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ജോൺസ് തിരിച്ചെത്തി. ഡോർബെൽ കേട്ട് നോക്കുമ്പോൾ ജോൺസ് മുൻപിൽ. അപ്പോൾ തോന്നിയ ആഹ്ലാദം അവർണ്ണനീയമായിരുന്നു. ഇന്റർവ്യൂ എന്തായി എന്നറിയാനായിരുന്നു തിടുക്കം. അതൊന്നും കിട്ടത്തില്ലെന്നേ. അവർ ആളെയൊക്കെ ഫിക്സ് ചെയ്ത് ലക്ഷങ്ങൾ വാങ്ങി പെട്ടിയിൽ വെച്ചിട്ടല്ലേ ഇന്റർവ്യൂവിന് കാർഡ് അയക്കുന്നേ. വെറുതെ മറ്റുള്ളവരെ ഫൂളാക്കാൻ. ഉള്ളിൽ തോന്നിയ സന്തോഷം പുറത്തു കാണിക്കാൻ വയ്യ. പകരം ഭംഗിവാക്ക് പറഞ്ഞു. കിട്ടുന്നേ. എന്നായാലും കിട്ടാതിരിക്കില്ല. കുട്ടികളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഹരിതമോൾ പറഞ്ഞു. ഇനി അങ്കിൾ എങ്ങോട്ടും പോവല്ലേ? തനിക്കും അതായിരുന്നല്ലോ ആഗ്രഹം. എന്നും കാണണം. ഒരു വാക്കെങ്കിലും സംസാരിക്കണം. വേറൊന്നും വേണ്ട. പക്ഷേ ഒരു ചെറിയ ചുവട് പിഴച്ചാൽ മതി. ജീവിതത്തിന്റെ ഗതി മാറിമറിയാനെന്ന് അറിയാൻ വൈകി. പള്ളി കഴിഞ്ഞു വന്ന് താനും കുട്ടികളും സെലീന ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് പോയ ദിവസം ചേച്ചി ബീഫ് വാങ്ങി കറി വെച്ചിട്ട് ക്ഷണിച്ചതിനാൽ അവിടെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഭക്ഷണം കഴിഞ്ഞ് കുട്ടികൾ ടിവിക്ക് മുന്നിൽ ചടഞ്ഞുകൂടി. ബെന്നിച്ചായനും സെലീന ചേച്ചിയും കൂടി മാർക്കറ്റിൽ പോകാനിറങ്ങി. മോളെ, ജോ പോളിനെ കൂടി നോക്കണേ എന്ന് തന്നോട് പറഞ്ഞിട്ടാണ് പോയത്. കിച്ചണിൽ പാത്രങ്ങൾ കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. താൻ ആ ജോലി ചെയ്യുന്നതിനിടയിൽ ജോൺസ് എന്തിനോ വിളിച്ചു. അങ്ങോട്ട് ചെല്ലാനുള്ള തിടുക്കത്തിൽ ഫ്ലോർ മാറ്റിൽ കാൽ തട്ടി വേച്ചു വീണു. കിച്ചൺ സ്ലാബിന്റെ മൂലയ്ക്ക് നെറ്റിയിടിച്ചതേ ഓർമ്മയുള്ളൂ. കണ്ണിലെ ഇരുട്ട് മാഞ്ഞപ്പോൾ ജോൺസ് താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. പിൻകഴുത്തിൽ കൈത്തണ്ട ചേർത്ത് പിടിച്ച് നെറ്റി തിരുമ്മിത്തരുന്നു. നെറ്റിയിൽ ഒരു വലിയ മുഴ. ഇത് ഞാൻ ഇപ്പം ശരിയാക്കിത്തരാം. ടാപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് നെറ്റി നനച്ചു. കൈവെള്ള കൊണ്ട് അമർത്തി ഒഴിയുകയാണ്. പേടിച്ചുപോയി. ഞാൻ വന്ന് നോക്കുമ്പോൾ ബോധം കെട്ടുകിടക്കുന്നു. ഇപ്പോൾ തലകറക്കം തോന്നുന്നുണ്ടോ? ഇല്ല. ജോൺസ് വീണ്ടും നെറ്റി തിരുമ്മി. നെറ്റിയിലെ മുഴ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇത്തിരി സമയമെടുക്കും. ജോൺസ് മന്ത്രിച്ചു. ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഉച്ഛ്വാസത്തിന്റെ ചൂട് മുഖത്തടിക്കുന്നുണ്ട്. നെറ്റിയിൽ ചതഞ്ഞം ഭാഗത്ത് മെല്ലെ ഊതുന്നു. അതിനിടയിൽ എപ്പോഴോ അവിടെ ചുണ്ടുകൾ അമർന്നു. പിൻകഴുത്തിൽ ചുറ്റിയ കൈയും മുറുകി. ഞെട്ടിത്തരിച്ചുപോയി ഒരു നിമിഷം. അതായിരുന്നു വഴിത്തിരിവ് എന്ന അനിത ഓർത്തു. അടുത്ത ഭാഗം നാളെ.